രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ സന്തതിയായി മാറി. അത് ജലസ്നാനം സ്വീകരിച്ചപ്പോൾ നാം ഒരു സന്തതിയായിട്ട് മാറി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നാം അവന്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ പുത്രത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മാവെന്ന് ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമം ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. എല്ലാവരും കണ്ണുകൾ അടച്ച് മുഴങ്കാൽ മടക്കി ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഇന്ന് രാത്രികാലം ചില വ്യക്തി ജീവിതങ്ങളുടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചിരിക്കുകയാണ്. അത് നിന്നെ നോക്കി ദൈവം വേദനിക്കുകയാണ്. യഹോവയായ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്വന്തം കൈ കൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയ മകനെ കാണാത്തത് കൊണ്ട് ഹൃദയം പൊട്ടി വേദനിക്കുന്ന ഒരു വിധ വിളിക്കണം, ആദാമേ നീ എവിടെ? ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുവിശേഷ പ്രസംഗ യോഗങ്ങളുടെ സമാപന രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ദൈവസന്നിലാഗതരായിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ ഉച്ചഭാഷയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രവിക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതർക്കും വേണ്ടി വരുന്ന കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ സവിശേഷമായ തിരുവചന ധ്യാനത്തിനായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 28-ാം വാക്യം. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ തനിക്ക് ലഭിച്ചതായ മനോഹരമായ ഒരു സ്ഥലത്ത് വെച്ച് യേശുക്രിസ്തുവിനെ ആധാരമാക്കിയുള്ള സുവിശേഷം പറയുമ്പോൾ പറഞ്ഞിരിക്കുന്ന മനോഹരമായ വേദഭാഗമാണ്. തത്വചിന്തയുടെ തറവാട് നഗരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാചീന ഗ്രീസിൻ്റെ തലസ്ഥാന നഗരിയാകുന്ന അഥേനയിലുള്ള അരയോപ കുന്നിൽ വെച്ച് പൗലോസ് അവിടെ കൂടിയതായ എപ്പിക്കൂര്യരും തത്വജ്ഞാനികളുമായ മനുഷ്യരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അക്കാലത്ത് അവിടെ ജീവിച്ചിരുന്നതായ ക്രേത്തയിലെ എപ്പിമൈനറ്റ്സ് എന്നും കിലിക്കിയയിലെ അരേറ്റസ് എന്നും പേരുള്ളതായ രണ്ട് കവികളുടെ ചില കവിതയിലെ ചില ശ്ലോകങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്ന മനോഹരമായൊരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ആ വായിച്ചതായ വേദഭാഗത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: അവനിൽ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നു, നാം അവൻ്റെ സന്താനമല്ലോ. അരയോപക കുന്നിലെ പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം എന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്താനം എന്ന വിഷയത്തെക്കുറിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും താൻ നടത്തിയ 3 സുവിശേഷ പര്യടനങ്ങളെക്കുറിച്ച് കാണുവാൻ സാധിക്കും, അഥവാ മിഷണറി യാത്രകളെക്കുറിച്ച്. അപ്പോസ്തല പ്രവൃത്തി 13-14 അധ്യായങ്ങളിൽ പൗലോസിൻ്റെ ഒന്നാമത്തെ മിഷണറി യാത്രയുടെ ചരിത്രമാണ്. 15-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം തുടങ്ങി 18-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വരെ 2-ാം മിഷണറി യാത്രയുടെ ചരിത്രമാണ് കാണുന്നത്. പൗലോസിൻ്റെ 2-ാം മിഷണറി യാത്രയിൽ 12 പട്ടണങ്ങൾ അഥവാ 12 സ്ഥലങ്ങൾ താൻ സന്ദർശിച്ചതായിട്ട് കാണുന്നുണ്ട്. അന്ത്യോക്യ, സുറിയ, കിലിക്കിയ, ഗലാത്തിയ, ത്രോവാസ്, നവോപ്പൊലി, ഫിലിപ്പിയ, തെസലോനിക്ക, ബെരോവ, അഥേന, കൊരിന്ത്, യെറൂശലേം തുടങ്ങിയ 12 പട്ടണങ്ങൾ കൂടെ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം അറിയിച്ച് സഞ്ചരിക്കുകയുണ്ടായി. അതിൽ 5-ാം സ്ഥലമാകുന്ന ത്രോവാസ് എന്ന ഏഷ്യൻ പട്ടണത്തിൽ തന്നായിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ത്രോവാസ് എന്ന പട്ടണത്തിൽ തന്നായിരിക്കുമ്പോൾ ഒരിക്കൽ രാത്രിയിൽ താൻ ഒരു ദർശനം കാണുകയാണ്. ആ വാക്യം എന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. മക്കദോന്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് പറയുന്ന ഒരു ദർശനം കണ്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ദർശനം മക്കദോന്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് പറയുന്നതായ ദർശനം താൻ കണ്ടു. ആ ദർശനത്തെ അനുസരിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് മക്കദോനിയ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. മക്കദോനിയ എന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തെക്ക് കിഴക്കൻ യൂറോപ്പിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്നതും ഇന്ന് ബാൾക്കൺ ഉപദ്വീപ് എന്നറിയപ്പെടുന്നതുമായ അൽബേനിയ, ബോസ്നിയ, ബൾഗേറിയ, ക്രൊയേഷ്യ, മോണ്ടിനെഗ്രോ, ഗ്രീസ്, റിപ്പബ്ലിക് ഓഫ് മാസിഡോണിയ, സെർബിയ, കൊസാവോ തുടങ്ങിയ 9
യൂറോപ്യൻ രാജ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന മനോഹരമായ ഭൂപ്രദേശത്തിൻ്റെ മധ്യപ്രദേശം അക്കാലത്തെ മക്കദോനിയ അഥവാ മാസിഡോണിയ എന്നറിയപ്പെട്ടു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അപ്പനാൽ സ്ഥാപിതമായ രാജ്യമായിരുന്നു മാസിഡോണിയ. 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷ കാലത്ത് റോമിൻ്റെ അധീനതയിലുള്ളൊരു പ്രവിശ്യയായിരുന്നു മക്കദോനിയ. പൗലോസ് അപ്പോസ്തലനെ മക്കദോനിയയിലേക്ക് വന്ന് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ദർശനത്തിൽ ദൈവപുരുഷൻ വന്ന് തന്നെ വിളിക്കുമ്പോൾ ആ ദർശനം അനുസരിച്ചുകൊണ്ട് പൗലോസ് മക്കദോനിയയിലേക്ക് പോകുമ്പോൾ വേദപുസ്തകത്തിൽ ഒരു വലിയ ചരിത്ര സംഭവം നടക്കുകയാണ്. അതുവരെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ളതായ പല രാജ്യങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന പൗലോസ് മക്കദോനിയയിലേക്ക് വരിക എന്നതായ ദർശനം കണ്ടുകൊണ്ട് ഈജിയൻ കടൽ കടന്നുകൊണ്ട് യൂറോപ്യൻ രാജ്യമാകുന്ന മാസിഡോണിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചരിത്രത്തിൽ സുവിശേഷം ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്ക് കയറുന്ന മനോഹരമായ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ മാസിഡോണിയൻ പട്ടണങ്ങളാകുന്ന തെസലോനിക്ക, ബെരോവ, അതുപോലുള്ളതായ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഫിലിപ്പിയ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് 1-ാമത് ഫിലിപ്പിയായാലും 2-ാമത് തെസലോനിക്കയിലും 3-ാമത് ബെരോവയിലും സഭകൾ സ്ഥാപിച്ചതായി കാണുന്നു. ആ സഭകളെക്കുറിച്ച് പിൽക്കാലത്ത് മക്കദോന്യ സഭകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് നാം കാണുകയാണ്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മക്കദോന്യൻ പട്ടണങ്ങളെ വിട്ട് പൗലോസ് ഏഥൻസ് അഥവാ അഥേന എന്ന പട്ടണത്തിലേക്ക് വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. വായിക്കാം അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം 16-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 16-ാം വാക്യം. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 2-ാം മിഷണറി യാത്രയിൽ തൻ്റെ കൂട്ടു സഹോദരന്മാരായിരുന്ന തിമോഥെയോസ്, ശീലാസ് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ബെരോവ എന്ന പട്ടണത്തിൽ ചില പ്രത്യേകമായ പ്രതികൂലങ്ങൾ ഉണ്ടായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ പൗലോസിനെ ഒറ്റയ്ക്ക് പെട്ടെന്ന് അഥേനയിലേക്ക് കൊണ്ടുവിടുകയാണ്. അഥേനയിൽ ചെന്ന് കൂട്ടുവേലക്കാരാകുന്ന തിമോഥെയോസിൻ്റെയും ശീലാസിൻ്റെയും വരവും കാത്തുകൊണ്ട് അഥേനയിൽ അവർക്കായി തനിച്ച് കാത്തിരിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ആ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് പൗലോസിൻ്റെ മനസ്സിന് ചൂട് പിടിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആദ്യമായി നമ്മൾ അഥേന എന്ന പട്ടണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അഥേന പുരാതന ഗ്രീസിൻ്റെ തലസ്ഥാന നഗരിയാണ് അഥേന. ആധുനിക മലയാള പരിഭാഷയിലൊക്കെ ഏഥൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പട്ടണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പട്ടണത്തിൻ്റെ കാവൽ ദേവതയാകുന്ന അഥീനയിൽ നിന്നുമാണ് പട്ടണത്തിന് അഥീന എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. മഹാന്മാരായ തത്വചിന്തകന്മാർ ജന്മമെടുത്ത പെരിക്ലിസ്, സോക്രട്ടീസ്, ദമസ്തനീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ ജനിച്ചതായ സ്ഥലം അതായിരുന്നു ഏഥൻസ്. തത്വചിന്ത, സാഹിത്യം, കല, ശാസ്ത്രം എന്നിവയുടെ പ്രശസ്ത കേന്ദ്രം. ലോകപ്രശസ്തമായൊരു സർവകലാശാലയും അവിടെ ഉണ്ടായിരുന്നു. ഗ്രേക്കരുടെ കെട്ടുകഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മനോഹരമായ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നൊരു മനോഹരമായ പട്ടണം. ആ പട്ടണത്തിൽ അനേക ദേവന്മാരുടെ വിഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് പൗലോസിൻ്റെ മനസ്സ് ചൂട് പിടിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ മനസ്സിനെ അസ്വസ്ഥനാക്കി, മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി. തമിഴിൽ പറഞ്ഞിരിക്കുന്ന ആവിയിൽ മികുന്ത വൈരാഗ്യമടൈന്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ 3 കൂട്ടരോട് സംവാദിക്കുന്നതായി കാണുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ആ അഥേന പട്ടണത്തിൽ 3 കൂട്ടരോട് പൗലോസ് സുവിശേഷം അറിയിക്കുകയാണ്. 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അവൻ പള്ളിയിൽ വെച്ച്, 1-ാമത് പള്ളിയിൽ വെച്ച് അഥവാ യഹൂദന്മാരുടെ സിനഗോഗിൽ വെച്ച് തന്നെ സുവിശേഷം അറിയിച്ചു. പള്ളിയിൽ വെച്ച് പൗലോസ് എന്താ അറിയിച്ചത്? 17-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 17-ന്റെ 2-3 വാക്യത്തിൽ പൗലോസ് പതിവ് പോലെ അവിടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അവൻ യേശു ക്രിസ്തുവാണെന്ന് തെളിയിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും യേശു തന്നെയാണ് ക്രിസ്തു എന്നതിനെക്കുറിച്ചും പള്ളികളിൽ പൗലോസ് തെളിയിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല പൗലോസ് 2-മതായിട്ട് പറഞ്ഞിരിക്കുന്നത് ചന്തസ്ഥലത്ത് കൂടി വന്നവരോട്, ദിവസേന ചന്തസ്ഥലത്ത് കൂടി വന്നവരോട് പൗലോസ് സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ചന്തസ്ഥലം എന്നതിന് മറ്റു ചില പരിഭാഷയിൽ പൊതുസ്ഥലമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വ്യാപാര വാണിജ്യങ്ങൾ നടക്കുന്നതായ സ്ഥലമല്ല ചന്തസ്ഥലം എന്നുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. അക്കാലത്ത് ആദർശിലെ ബുദ്ധിജീവികൾ ഒന്നിച്ചുകൂടി
വിജ്ഞാന വിഷയങ്ങളെക്കുറിച്ച് യുക്തിവാദം നടത്തി സത്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന സ്ഥലങ്ങൾ അക്കാലത്ത് പൊതുസ്ഥലം എന്നറിയപ്പെട്ടിരുന്നു. ആ സ്ഥലത്തിനാണ് ബൈബിൾ ചന്തസ്ഥലം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ വെച്ച് പൗലോസ് യേശുവിൻ്റെ സുവിശേഷം സംസാരിക്കുകയാണ്. പൗലോസ് ഈ സുവിശേഷം അറിയിക്കുമ്പോൾ പ്രധാനമായ 2 രീതിയിലുള്ള തത്വജ്ഞാനികൾ അവിടെ മുമ്പിൽ ഉണ്ടായിരുന്നുവെന്ന് 18-ാമത്തെ വാക്യത്തിൽ എപ്പിക്കൂര്യരും അതുപോലെ സ്റ്റോയിക്കരുമായ തത്വജ്ഞാനികൾ പൗലോസിനോട് തർക്കിച്ചു, വാദിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്റ്റോയിക്കരും എപ്പിക്കൂര്യരുമായ തത്വചിന്തകന്മാർ പൗലോസിനോട് വാദിക്കുകയാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുകയാണ്, എപ്പിക്കൂറസിൻ്റെ അനുയായികളെയാണ് എപ്പിക്കൂര്യരെന്ന് പറഞ്ഞിരിക്കുന്നത്. BC 341 മുതൽ 270 കാലഘട്ടങ്ങൾ അവിടെ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു എപ്പിക്കൂറസ്. അദ്ദേഹത്തിൻ്റെ അനുയായികളെ എപ്പിക്കൂര്യർ എന്ന് വിളിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട 6 വാദങ്ങൾ അവർക്കുണ്ട്. അവരുടെ വാദങ്ങൾ, ഒന്നാമത് എപ്പിക്കൂര്യരുടെ വാദങ്ങൾ, അവർ നിരീശ്വരന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസമില്ലാത്തവരായിരുന്നു. രണ്ടാമത് അവരുടെ വാദം സന്തോഷവും ആനന്ദവുമാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അതായിരുന്നു അവരുടെ രണ്ടാമത്തെ ജീവിത ലക്ഷ്യം. മൂന്നാമത് അവർ പറയുന്നത് മരണം സകലത്തിൻ്റെയും അവസാനമാണ്, ഈ ഭൂമിയിലുള്ള മരണം കൊണ്ട് സകലവും അവസാനിക്കുന്നു. നാലാമതായിട്ട് അവർ പറഞ്ഞു ദൈവം വിദൂരസ്ഥനായി കഴിയുകയാണ്, ദൈവം വളരെ ദൂരത്തിൽ കഴിയുകയാണ്, നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുവാൻ അവന് കഴിയുന്നില്ല. അതുകൊണ്ട് അഞ്ചാമത്, അതിനാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ജീവിതം എത്രത്തോളം ആസ്വദിക്കാമോ, എത്രത്തോളം ആമോദിക്കാമോ, എത്രത്തോളം ആനന്ദിക്കാമോ, എത്രത്തോളം സന്തോഷിക്കാമോ, അപ്രകാരം സന്തോഷിച്ച് ആഡംബരപൂർവമായൊരു സുഖജീവിതം നയിക്കുക. ഇങ്ങനെയുള്ളതായ വാദങ്ങളും ആദർശങ്ങളുമുള്ള ആ തത്വസംഹിതയിൽ നിറഞ്ഞതായൊരു പ്രത്യേകമായ ഗ്രൂപ്പാണ് എപ്പിക്കൂര്യർ. അവരോട് പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ ആസ്പദമാക്കിയുള്ള സുവിശേഷം സംസാരിച്ചു. ഒരുപക്ഷെ ഇന്ന് രാത്രിയിലും ഈ ദേശത്തും ആരെങ്കിലും നിരീശ്വരന്മാരെ അഥവാ ദൈവവിശ്വാസമില്ലാത്തവരായി, ഈ ലോകത്തിൽ ഒരു ജീവിതമേ ഉള്ളൂ, സന്തോഷമൊത്തുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന് ചിന്തയോടുകൂടി ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, മരണം സകലത്തിൻ്റെയും അവസാനമാണ്, ഇതിനപ്പുറത്തൊരു മറ്റൊരു ജീവിതമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവം വളരെ വിദൂരസ്ഥയിൽ കഴിയുന്നു, ചില ദൈവമക്കളെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ദൈവം വളരെ ദൂരത്തിൽ കഴിയുകയാണ്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെ കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല, എൻ്റെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ദൈവം വിദൂരസ്ഥയിൽ കഴിയണം, അതുകൊണ്ട് അവനെ പ്രസാദിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഈ ലോകജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ നയിക്കാമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. പൗലോസ് അവരുടെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും തൻ്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും സംസാരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ കൂടെ മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു, അവരെ സ്തോയിക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോയിക്കരായ തത്വജ്ഞാനികൾ. സ്തോയിക്കരെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ BC 320 മുതൽ 263 വരെയുള്ള കാലങ്ങളിൽ ജീവിച്ചിരുന്നതായ സീനോ എന്ന ഒരു തത്വചിന്തകന്റെ അനുയായികളെയാണ് സ്തോയിക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വാദം, ഇവർ വിശ്വദേവതാവാദികൾ. വിശ്വദേവതാവാദികൾ എന്ന് പറഞ്ഞാൽ സർവം ദൈവം വാദം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്കനുസരണമായി ജീവിക്കുക എന്നതാണ് അവരുടെ വാദം. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സുഖദുഃഖങ്ങൾ മൂലം വ്യതിചലിക്കാത്തൊരു വികാര ശൂന്യത, അതായിരുന്നു അവരുടെ ജീവിത ലക്ഷ്യം. സ്തോയിക്കരെന്ന വാക്കിനർത്ഥം വികാരങ്ങളെ നിയന്ത്രിക്കുന്നവൻ, സംയമം ചെയ്യുന്നവൻ എന്നാണ് സ്തോയിക്കർ എന്ന വാക്കിനർത്ഥം. ഇപ്രകാരമുള്ളതായ തത്വജ്ഞാനികൾ അപ്പോസ്തലനായ പൗലോസിന് മുമ്പിൽ വന്നു നിന്ന് വാദിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ ആസ്പദമാക്കിയുള്ള സുവിശേഷം പൗലോസ് അവരോട് സംസാരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു 17-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അവർ പൗലോസിനെ ഒരു പേര് വിളിച്ച് ആക്ഷേപിക്കുകയാണ്. ഈ വിടുവായൻ എന്ത് പറയുന്നു? അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവർ പറഞ്ഞിരിക്കും, ഈ വിടുവായൻ എന്ത് പറയുവാൻ പോകുന്നു? എന്താ വിടുവായൻ എന്ന് പറഞ്ഞാൽ? വിടുവായൻ എന്ന് പറഞ്ഞാൽ കാട് കയറി എന്തൊക്കെയോ ജൽപ്പനം ചെയ്യുന്നവൻ, വെറുതെ ചിലയ്ക്കുന്നവൻ. ശരിക്കും ആ വാക്കിന് മൂലഭാഷയിൽ അർത്ഥം എങ്ങനെയാണ്? പക്ഷി ധാന്യം കൊത്തി പറക്കുന്നത് പോലെ അതും ഇതും പറയുന്നവൻ. ഈ വിടുവായൻ എന്ത് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. മറ്റു ചിലർ പറയുകയാണ്, അത് കേട്ടപ്പോൾ 18-ാം വാക്യത്തിന് അടുത്ത ഭാഗത്തെ അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും കുറിച്ച് പ്രസംഗിക്കയാൽ ഇവൻ ഒരു അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ വിദേശ ദേവതകളുടെ പ്രചാരകൻ, അന്യദൈവങ്ങളെ പ്രചരിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞ് ഇവനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പല ആളുകളുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു ഇവൻ വിടുവായനായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും
അന്യദേവതകളെക്കുറിച്ചൊക്കെ പറയുന്നെങ്കിലും ഈ നിൽക്കുന്ന മനുഷ്യരാരാണ്? തത്വജ്ഞാനികളാണ്. അവിടുത്തെ ഏറ്റവും ജ്ഞാനികളായ മനുഷ്യരാണ്. അവരോടാണ് സംഭാഷിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൽ നിന്നും ഇനിയും ചില കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ പറഞ്ഞിരിക്കുന്നത് താഴോട്ടുള്ള വേദഭാഗത്തിൽ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 17-ാം അധ്യായം 19-ാമത്തെ വാക്യം. പിന്നെ അവനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടുചെന്ന് നീ പ്രസ്താവിക്കുന്ന ഈ നവീനോപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്കറിയാമോ? പിന്നെ അവനെ പിടിച്ച് അരയോപക കുന്നിൽ കൊണ്ടുചെന്നു. എന്താ ഈ അരയോപക കുന്ന്? ഒരു പ്രത്യേകമായ വാക്ക്. ഇത് വായിച്ചു കേട്ടാൽ ഒരു പിടിയും കിട്ടത്തില്ല. അരയോപക കുന്ന് എന്ന് പറഞ്ഞാൽ അവിടെയുള്ളതായ ഒരു പ്രത്യേകമായ പാറക്കെട്ടിൻ്റെ പേരാണ് അരയോപക കുന്ന്. 113 മീറ്റർ ഉയരമുള്ളതായ ഒരു പ്രത്യേകമായ പാറക്കെട്ടിനെയാണ് അവിടെ അരയോപക കുന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ അറയോസ്പഗോസ് എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ പേരാണത്. പുതിയ മലയാള പരിഭാഷയിൽ അരയോപഗസ് എന്നാ പറഞ്ഞത്. തമിഴിൽ മാഴ്സ്മേട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അറസ് ദേവന്റെ കുന്ന്. മാഴ്സ് ദേവൻ, അറസ് ദേവൻ എന്ന് പറഞ്ഞ ദേവന്റെ ഒരു പ്രത്യേകമായ ക്ഷേത്രം അതിനടുത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ഷേത്രത്തിനടുത്തുള്ള 113 മീറ്റർ ഉയരമുള്ളതായ മനോഹരമായൊരു പാറക്കെട്ട് അക്കാലത്തെ പൗരാണിക കാലത്തെ അരയോപക കോടതി എന്ന് പറഞ്ഞാൽ മതപരവും സാംസ്കാരികമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ വേണ്ടി കൂടിയിരുന്ന ഒരു മനോഹരമായ സുപ്രീം കോടതി എന്നാണ് അക്കാലത്ത് അരയോപക കോടതി അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതുപോലുള്ളതായ ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാരായ മനുഷ്യർ തങ്ങളുടെ ആ തത്വസംഹിതകളൊക്കെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി, അതിനെ അവതരിപ്പിക്കുവാൻ വേണ്ടി കൂടിയിരുന്ന അരയോപക കുന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മനോഹരമായ സ്ഥലത്തേക്ക് അപ്പോസ്തലനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എന്താ ചോദിക്കുന്നറിയാമോ? 19-ാമത്തെ വാക്യത്തിൽ നീ പ്രസ്താവിക്കുന്ന ഈ നവീനോപദേശം എന്തെന്ന് ഞങ്ങൾക്കറിയാമോ? നീ ഒരു നവീന ഉപദേശം എന്ന് പറഞ്ഞാൽ നീ ഒരു പുതിയ ഉപദേശം പ്രസംഗിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ നീ അവതരിപ്പിക്കുന്ന ഈ പുതിയ പ്രബോധനം, ഈ പുതിയ പ്രമേയം എന്താണ് അതിൻ്റെ അർത്ഥം? താഴോട്ട് പറഞ്ഞിരിക്കുന്ന അടുത്ത ഭാഗത്ത് പറഞ്ഞു 20-ാം വാക്യത്തിൽ നീ ചില അപൂർവമായ കാര്യങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ. അപൂർവമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായ സിദ്ധാന്തങ്ങൾ നീ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ. അവർ പറയാണ് അത് എന്ത് എന്നറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്തോയിക്കരും എപ്പിക്കൂര്യരുമായ തത്വജ്ഞാനികൾ, വിദ്യാസമ്പന്നനായ തത്വജ്ഞാനികൾ അവർ പറയുകയാണ് നീ പറയുന്നതായ ഈ നവീനോപദേശം, നീ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നതായ ഈ അപൂർവമായ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇനിയും അധികമായി അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, അറിയുവാൻ ആഗ്രഹിക്കുന്നവർ, കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ശ്രവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രികാലം ഈ സുവിശേഷ യോഗത്തിൻ്റെ 2-ാമത്തെ രാത്രിയിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ആരെങ്കിലും ഈ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ആഴമായി അറിയുവാൻ ആഗ്രഹിക്കുന്നവർ, കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർ, യഹോവയെ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കാമെന്നുള്ളതായ പ്രാർത്ഥനയോടെ നീറുന്ന ഹൃദയത്തോടെ ദൈവസ്ഥിതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോടും പരിശുദ്ധാത്മ സംസാരിക്കുകയാണ്. ഒരു നവീന ഉപദേശം, ഒരു പുതിയ ഉപദേശം. ഈ പുതിയ ഉപദേശം എന്നത് ഞങ്ങൾക്കറിയുവാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്യുകയാണ്? പിടിച്ചുകൊണ്ടുപോയി ഈ അരയോപക കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തി. പൗലോസിൻ്റെ ഉപദേശം കേൾക്കുവാൻ വേണ്ടിയാണ് അവനെ അരയോപക കുന്നിൽ കൊണ്ടുപോയി നിർത്തിയത്. താൻ ചിന്തിക്കുകയാണ്, വളരെ മനോഹരമായ തത്വജ്ഞാനികൾ, വിദ്യാസമ്പന്നരായ മനുഷ്യർ, ആ സമൂഹത്തിലെ ഏറ്റവും ഉന്നതന്മാരായ മനുഷ്യർ തൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, നീ പ്രസ്താവിക്കുന്ന ഈ നവീനോപദേശത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഇനിയും അധികമായി അറിയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനാകത പൗലോസ് നോക്കിയപ്പോൾ തൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന പ്രൗഢ ഗംഭീരമായൊരു സദസ്സ്, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ പ്രഘോഷണം അറിയിക്കുവാൻ ഈ എളിയവനായി എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. തനിക്ക് ലഭിച്ചതായി ധന്യനിമിഷത്തെ ഭാഗ്യപദവിയായി കണ്ടുകൊണ്ട് സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ക്രിസ്തുവിൽ മറഞ്ഞുകിടക്കുന്ന അവൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ഭാഗ്യമുണ്ടായല്ലോ എന്ന് കരുതിക്കൊണ്ട് ആ ദൈവദാസൻ യേശുവിനെ ആസ്പദമാക്കിയുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. രാജ്യത്തിൻ സുവിശേഷം നാടെങ്ങും ഘോഷിപ്പാൻ, രാജ്യത്തിൻ സുവിശേഷം നാടെങ്ങും ഘോഷിപ്പാൻ, ത്യാഗത്തിൻ നിലതാൻ മതി, നിത്യം ക്രൂശിനു വാഹനം ഞാൻ, അതു നിമിത്തം എന്നെ മറന്നിടും നീ, നിത്യവും മായാമറന്നിടും നീ.
രാജ്യത്തിൻ സുവിശേഷം നാടെങ്ങും ഘോഷിപ്പാൻ, രാജ്യത്തിൻ സുവിശേഷം നാടെങ്ങും ഘോഷിപ്പാൻ, ത്യാഗത്തിൻ നിലതാൻ മതി. നിത്യം ക്രൂശിനു വാഹനം ഞാൻ, അതു നിമിത്തം എന്നെ മറന്നിടുന്നേ. നിത്യവും മായാ മറന്നിടുന്നേ. പാപയിൻപം വെടിഞ്ഞു ഞാനും പാപിയെ നേടുവാനായി. പാപയിൻപം വെടിഞ്ഞു ഞാനും പാപിയെ നേടുവാനായി. എനിക്കിനിമേൽ പരലോകമേഗതിയേ, പരമാർത്ഥ ജീവിതം തേടുന്നു ഞാൻ. എനിക്കിനിമേൽ പരലോകമേഗതിയേ, പരമാർത്ഥ ജീവിതം തേടുന്നു ഞാൻ. രാജ്യത്തിൻ സുവിശേഷം നാടെങ്ങും ഘോഷിപ്പാൻ, രാജ്യത്തിൻ സുവിശേഷം നാടെങ്ങും ഘോഷിപ്പാൻ, ത്യാഗത്തിൻ വിലതാൻ മതി. നിത്യം ക്രൂശിനു വാഹനം ഞാൻ, അതു നിമിത്തം എന്നെ മറന്നിടുന്നേ. നിത്യവും മായാ മറന്നിടുന്നേ. യേശുവാനിൽ വരുമ്പോൾ ഞാനും എൻ്റാടുമായി വന്നിടുമ്പോൾ, യേശുവാനിൽ വരുമ്പോൾ ഞാനും എൻ്റാടുമായി വന്നിടുമ്പോൾ, നിങ്ങളിൽ ആരെല്ലാം കണ്ടിടുമോ വേഗത്തിൽ യേശുവെ എതിരേൽക്കുവാൻ. നിങ്ങളിൽ ആരെല്ലാം കണ്ടിടുമോ വേഗത്തിൽ യേശുവെ എതിരേൽക്കുവാൻ. രാജ്യത്തിൻ സുവിശേഷം നാടെങ്ങും ഘോഷിപ്പാൻ, രാജ്യത്തിൻ സുവിശേഷം നാടെങ്ങും ഘോഷിപ്പാൻ, ത്യാഗത്തിൻ നിലതാൻ മതി. നിത്യം ക്രൂശിനു വാഹനം ഞാൻ, അതു നിമിത്തം എന്നെ മറന്നിടുന്നേ. നിത്യവും മായാ മറന്നിടുന്നേ. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ തത്വജ്ഞാനികളാകുന്ന എപ്പിക്കൂര്യരോടും സ്റ്റോയിക്ക് തത്വചിന്തകന്മാരുടെ മുമ്പിൽ ഒരു സാധാരണക്കാരനാകുന്ന എനിക്ക് മാറ്റമില്ലാത്ത ദൈവരാജ്യത്തിന്റെ സുവിശേഷ ഘോഷണം, അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് അറിയിപ്പാൻ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ എന്ന് കരുതിക്കൊണ്ട്, തനിക്ക് ലഭിച്ചതായ ഭാഗ്യ പദവിയെ ധന്യനിമിഷമായി കരുതിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആരംഭിക്കുകയാണ് ചരിത്ര പ്രസിദ്ധമായ പൗലോസിന്റെ അരയോപക കുന്നിലെ സുവിശേഷ പ്രസംഗം. അതാണ് ഇന്നത്തെ നമ്മുടെ ദൂതന്റെ വിഷയം. 17-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പൗലോസ് അരയോപകമധ്യം നിന്നുകൊണ്ട്, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. തൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന പുരുഷന്മാരെ അഭിസംബോധന ചെയ്യുകയാണ്. അഥേന പുരുഷന്മാരെ എന്ന് പറഞ്ഞാൽ ഏഥൻസിലെ പൗരജനങ്ങളെ, അഥേനയിലെ ജനങ്ങളെ, നിങ്ങളെല്ലാവരും എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. അതിഭക്തന്മാർ ഇതൊരു ശൈലിയാണ്, സുവിശേഷ പ്രസംഗത്തിനൊരു ശൈലിയാണ്. തൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന ബഹുപുരുഷാരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശൈലിയാണ്. ഞാൻ പേരൊന്നും മാറ്റി വിളിക്കുകയാണ്. മേച്ചാൽ ദേശനിവാസികളെ, ഇന്ന് രാത്രികാലം അവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളെ, അഥേനയിലെ പുരുഷന്മാരെ, നിങ്ങൾ സകലത്തിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന എത്ര പേരുണ്ട് അതിഭക്തന്മാർ? എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ? ഭക്തി എന്ന് പറഞ്ഞാൽ ഫജ് എന്ന് പറയുന്നൊരു വാക്കിൽ നിന്നും ഉണ്ടായ മനോഹരമായ വാക്കാണ് ഭക്തി. ഭക്തി എന്ന വാക്കിന് 4 അർത്ഥമുണ്ട്. ഒന്നാമത്, ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭജിക്കുന്നവനാണ്. രണ്ടാമത്, ഭക്തൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ്. മൂന്നാമത്, ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ബഹുമാനിക്കുന്നവനാണ്.
നാലാമത് ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സ്നേഹമുള്ളവൻ, ദൈവത്തെ ഭജിക്കുന്നവൻ അഥവാ ആരാധിക്കുന്നവൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തെ ബഹുമാനിക്കുന്നവൻ, ദൈവത്തോട് സ്നേഹമുള്ളവൻ, അവനെയാണ് ഭക്തൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവനെ ഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അവരെ നോക്കി അതിഭക്തന്മാരെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ദൈവത്തിങ്കിലേക്ക് നോക്കുകയും ദൈവത്തിന് പ്രസാദകരമായി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനോഹരമായ ജീവിതം, അതിനെയാണ് ദൈവഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്രകാരം അധേനയുള്ള പുരുഷന്മാരോട് നിങ്ങളെല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട് 23-ാമത്തെ വാക്യത്തിൽ, ഞാൻ ചുറ്റി നടന്ന നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ, ഗ്രീക്ക് എന്ന് പറയുന്നത് ഒരുപാട് ദേവീ ദേവന്മാരെ കൊണ്ട് നിറഞ്ഞതാണ്. അവിടെയെല്ലാം വിഗ്രഹങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അതിൽ അജ്ഞാത ദേവന് എന്നെഴുത്തുള്ളൊരു വേദിക്കല്ല് കണ്ടു. അജ്ഞാത ദേവന് എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത ദേവന് എന്നെഴുതിയിരിക്കുന്ന, അജ്ഞാത ദേവന് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു വേദിക്കല്ല്. വേദിക്കല്ല് എന്ന വാക്കിന് ബലിപീഠം എന്നർത്ഥം. ബലിപീഠം എന്ന് പറഞ്ഞാൽ യാഗപീഠം എന്നർത്ഥം. മനോഹരമായൊരു യാഗപീഠം കാണുകയാണ്. ആ യാഗപീഠത്തിൽ ഒരു മനോഹരമായ വാക്ക് എഴുതി വെച്ചിരിക്കുകയാണ്, അജ്ഞാത ദേവന്. യാഗപീഠം എന്ന വാക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ എബ്രായ ഭാഷയിൽ അതിന് മിസ്ബേയാഹ് എന്ന് പറയും. മിസ്ബേയാഹ്. പുതിയ നിയമഭാഷയിലേക്ക് വരുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ തുസിയാസ്റ്റീറിയോൺ, തുസിയാസ്റ്റീറിയോൻ എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നർത്ഥമുള്ളതായ സാബഹ് എന്ന ധാതുവിൽ നിന്ന് ഉണ്ടായ പദമാണ് മിസ്ബയാഹ്. എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ, വഴിപാടുകൾ നടത്തുവാൻ വേണ്ടി പ്രത്യേകമായി കല്ലുകൾ കൊണ്ട് തറനിരത്തിൽ കെട്ടിയുണ്ടാക്കിയ മനോഹരമായ യാഗപീഠം. പൗരാണിക കാലത്ത് യാഗപീഠങ്ങൾ തറനിരപ്പിൽ നിന്നും അല്പം ഉയർത്തി പണിയുന്ന ഒരു പീഠമായിരുന്നു. മണ്ണ്, പരുക്കൻ കല്ലുകൾ എന്തുകൊണ്ടാണ് അത് പണിയിരുന്നത്? ദേവാലയത്തിൽ കല്ലുകൊണ്ട് മനോഹരമായ യാഗപീഠം ഉണ്ടാക്കിയിരുന്നു. ചെറിയ കല്ലുകൾ അത് അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ മനോഹരമായ പരന്ന കല്ല് വെച്ചുണ്ടാക്കി മനോഹരമായി യാഗപീഠം ഉണ്ടാക്കിയിരുന്നു. ആ യാഗപീഠത്തിന് പുറകിലെ മനോഹരമായൊരു കല്ല് വെച്ചിട്ട് ആ കല്ലിൽ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ആ ദൈവത്തിൻ്റെ പേര് മുദ്രക്കൊത്തായി എഴുതി, ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ രൂപമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നമോ എഴുതി വെക്കുമായിരുന്നു. അപ്രകാരം ഒരു മുദ്രക്കൊത്തായി ഒരു കല്ലിൽ അജ്ഞാത ദേവന് എന്നെഴുതിയിരിക്കുകയാണ്. അജ്ഞാത ദേവന് എന്നാൽ എന്ത് ആലേഖനം ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു ദൈവമുണ്ടെന്ന് അവർക്കറിയാം, എന്നാൽ ഈ ദൈവം ആരാന്നറിയത്തില്ല. ദൈവമുണ്ട് എന്നറിയാം, എന്നാൽ ദൈവം ആരാന്നറിയത്തില്ല. അതുകൊണ്ട് ഒരു ദൈവമുണ്ട്, സകല ചരാചരങ്ങളുടെയും സൃഷ്ടിക്ക് പിന്നിൽ ഒരു ദൈവമുണ്ട്, ഒരു അദൃശ്യനായ ദൈവമുണ്ട്, എന്നല്ല ദൈവം ആരാന്നറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാന്നറിയാതിരിക്കുന്ന, മറഞ്ഞിരിക്കുന്നതായ ദൈവം ആരായിരുന്നാലും അജ്ഞാത ദൈവമേ, മറഞ്ഞിരിക്കുന്ന ദൈവം ഇതുവരെയും ഞങ്ങൾക്ക് വെളിപ്പെടാതിരിക്കുന്ന, ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത, എന്നാൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കുന്ന ആ അജ്ഞാത ദൈവമേ, അവിടുന്ന് ആരായിരുന്നാലും അജ്ഞാത ദേവനൊരു യാഗപീഠം, അജ്ഞാത ദേവനൊരു ബലിപീഠം, അജ്ഞാത ദേവനൊരു യാഗം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ നോക്കിയപ്പോൾ പറയണം, അതുകൊണ്ട് ഈ യാഗപീഠം കണ്ടപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ സകലത്തിലും അതിഭക്തന്മാർ, നിങ്ങൾ സകലത്തിനും അതിഭക്തന്മാർ. അതുകൊണ്ട് പൗലോസോട് അടുത്ത കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങൾ അറിയാതെ പൂജിക്കുന്നതിന് തന്നെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അജ്ഞാത ദേവനെന്ന് എഴുതി ഒരു യാഗപീഠമുണ്ടാക്കി, അതിൽ അജ്ഞാത ദേവനെന്ന് എഴുതി നിങ്ങൾ ആരാധിക്കുന്നല്ലോ, നിങ്ങൾ അറിയാതെ പൂജിക്കുന്നതിന് തന്നെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രമിക്കുന്നു, ഈ ആരാധന ഹാളിൽ ഇരിക്കുന്നവരും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രമിക്കുന്ന ആരെങ്കിലും ശരിയായൊരു ദൈവത്തെ അറിയാതെ വണ്ണം ജീവിക്കുന്നുവെങ്കിൽ ആ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. ആ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞങ്ങൾ സംസാരിക്കുന്നത്. പൗലോസ് പറയാണ്, നിങ്ങൾ അറിയാതെ പൂജിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങൾ അറിയിക്കുന്നു. എന്താണ് പൗലോസ് ആദ്യമായിട്ട് പറയുന്നത്? 24-ാം വാക്യം, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ച് വളരെ മനോഹരമായൊരു വിശുദ്ധീകരണം പറഞ്ഞിരിക്കുകയാണ്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം ആകാശത്തിനും ഭൂമിക്കും നാഥനായവൻ. ലോകവും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും അതിനാഥനായവൻ എന്ന് പറഞ്ഞാൽ വാനത്തിற்கு ഭൂമിക്കും ആണ്ടവരായിരിക്കുന്നപടിയാൽ എന്നാണ് തമിഴിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരാണ് പ്രിയമുള്ളവരെ? അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ ദൈവം, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം, ധന്യനായ ഏകാധിപതിയാകുന്ന ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദേവാതി ദൈവം, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ, ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുന്നവൻ, സമുദ്ര
സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളം കൈകൊണ്ട് കോരിയെടുക്കുന്നവൻ, ഭൂമിയിലെ പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുന്നവൻ, അത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, തത്വത്തിന്റെ മുദ്രയാകുന്നവൻ, തേജസ്സിന്റെ പ്രഭയാകുന്നവൻ, അത്ഭുത മന്ത്രിയായവൻ, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്നറിയപ്പെടുന്ന അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവാകുന്ന ദൈവം. ആ ദൈവം ആരാണെന്ന് നിങ്ങൾ അറിയാതെ വണ്ണം ഒരു യാഗപീഠം കെട്ടിയുണ്ടാക്കി ആ യാഗപീഠത്തിൽ അജ്ഞാത ദേവനെന്ന് എഴുതി വെച്ച് നിങ്ങൾ ആരാധിക്കുന്നല്ലോ. ആകയാൽ തത്വജ്ഞാനികളാണ്, എപ്പിക്കൂര്യരും സ്തോയിക്കരുമാകുന്ന തത്വജ്ഞാനികളെ, നിങ്ങളോട് ഇന്ന് ഞങ്ങളൊരു സത്യം അറിയിച്ചു. ആകാശത്തിന് ഭൂമിക്കും അതിനാഥനായിരിക്കുന്ന സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് മേച്ചാൽ ദേശനിവാസികളെ, ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞങ്ങൾ ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കണം. ആകാശത്തിന് ഭൂമിക്കും അതിനാഥനായിരിക്കുന്ന സൃഷ്ടാവാകുന്ന ദൈവം. ആ സൃഷ്ടാവാകുന്ന ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവിടെ എന്താ കാണുന്നത്? ഒന്നാമത്, ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ, വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ, ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ, ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ, വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ആകാശത്തിൽ പറവജാതികൾ പറക്കട്ടെ, കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെയുള്ളതായ ജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ. ഇങ്ങനെ കുറെ ഉണ്ടാകട്ടെ, ഉളവാകട്ടെ, കൂടട്ടെ, കാണട്ടെ, ജനിക്കട്ടെ, പറക്കട്ടെ, മുളയ്ക്കട്ടെ, കുറെ ടേ 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 എന്ന് പറയുന്ന ശബ്ദം വചനം പറയുന്നു. സൃഷ്ടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായ ശബ്ദം അത് ദൈവവചനമാകുന്നു. പുത്രനാകുന്ന ക്രിസ്തു, അവനാണ് സൃഷ്ടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാക്ഷാൽ വചനമായിരുന്നവൻ. ഒരു വലിയ ശബ്ദം, ടേ ടേ ടേ, ഉണ്ടാകട്ടെ, ഉളവാകട്ടെ, കൂടട്ടെ, കാണട്ടെ, ജനിക്കട്ടെ, പറക്കട്ടെ, മുളയ്ക്കട്ടെ എന്നുള്ളതായി ടേ 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 എന്ന് പറഞ്ഞ ശബ്ദത്തിൽ നിന്നും ഈ അഖിലാണ്ടത്തിൽ കാണപ്പെടുന്ന സകല ചരാചരങ്ങളും ഉണ്ടായെന്ന് പറഞ്ഞിരിക്കുകയാണ്. ശാസ്ത്രവും അത് തന്നെ പറയുന്നു. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ മഹാവിസ്ഫോടന സിദ്ധാന്തം. ഇന്ന് പ്രപഞ്ചോൽപത്തിയെ വിവരിക്കുവാൻ ശാസ്ത്രജ്ഞന്മാർ പൊതുവെ അംഗീകരിക്കുന്നതായ ഒരു ശാസ്ത്ര സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി അഥവാ മഹാവിസ്ഫോടന സിദ്ധാന്തം. അവർ പറയുന്നു, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ ഒരു വലിയൊരു ശബ്ദം മുഴങ്ങിയിട്ടുണ്ട്, വലിയൊരു ശബ്ദം, ഒരു വലിയ വിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ആ വിസ്ഫോടനത്തിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. അതെ, അവർ പറയുന്ന ആ വലിയ ശബ്ദത്തെക്കുറിച്ച് ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ആ ശബ്ദമാണ് ദൈവത്തിന്റെ വചനം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കാം. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ സൃഷ്ടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കണം. വായിക്കാം. ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ദൈവത്തിന്റെ വചനത്താൽ സകലവും ഉളവായി. അതുപോലെ തന്നെ 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായി. ദൈവത്തിന്റെ വചനത്താലാണ് സകലവും ഉളവായതെന്ന് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ സുവിശേഷം എഴുതി ആരംഭിക്കുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഉളവായതെല്ലാം അവൻ മുഖാന്തരം ഉളവായി, സകലവും അവൻ മുഖാന്തരം ഉളവായെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ഉളവായതായ വിഷയത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ മനോഹരമായ ഈ പ്രസംഗത്തിൽ പറഞ്ഞു വരുമ്പോൾ, ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയവനായ ദൈവം സകലത്തിനും അതിനാഥനായതുകൊണ്ട് ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറഞ്ഞു വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 17-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തരിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തരിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. ഒരുത്തരിൽ നിന്നും ഉളവാക്കി എന്ന് പറയുമ്പോൾ ആദ്യം ഒരുത്തനെ ഉളവാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരുത്തരിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി എന്ന് പറയുമ്പോൾ ആദ്യം ഒരുത്തനെ ഉളവാക്കി. ആരാണ് ഒരുത്തൻ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവയായ ദൈവം താണഭൂമിയിലേക്ക് വന്ന് നിലത്തെ മണ്ണ് കുഴച്ച് മണ്ണ് കൊണ്ടൊരു മൺകായ പ്രതിമയെ ഉണ്ടാക്കി, ഒരു മനുഷ്യ പ്രതിമയെ ഉണ്ടാക്കിയ ശേഷം ആ പ്രതിമയുടെ മൂക്കിലേക്ക് യഹോവയായ ദൈവം ശക്തമായിട്ട് ഊതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിർമ്മിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിന് യാക്സർ എന്നൊരു എബ്രായ പദമാണ്. എന്ന് പറഞ്ഞൊരു കുശവൻ അച്ചിൽ വേല ചെയ്യുന്നത് പോലെ ഒരു മനുഷ്യ പ്രതിമയെ ഉണ്ടാക്കിയ ശേഷം ആ പ്രതിമയെ ചേർത്ത് നിർത്തിയിട്ട് ആ പ്രതിമയുടെ മൂക്കിലേക്ക് ശക്തമായിട്ട് ഊതി എന്ന് പറഞ്ഞാൽ അതിന് പറഞ്ഞിരിക്കുന്ന വാക്ക് നഭാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഊതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ബലൂൺ ഊതി വീർപ്പിക്കുന്നത് പോലെ ഈ മൂക്കിലോട്ട് യഹോവയായ ദൈവത്തിന്റെ ജീവശ്വാസം
ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇപ്രകാരം ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ വംശാവലി എഴുതി വരുമ്പോൾ ഏറ്റവും ഒടുവിൽ വരുമ്പോൾ ലൂക്കോസ് 3:38 ആദാം ദൈവത്തിന്റെ മകൻ. ആദാം ദൈവത്തിന്റെ മകൻ. നാം വായിച്ച വാക്യത്തിൽ എന്ത് പറയുന്നു? നാം ദൈവത്തിന്റെ സന്താനം. അവനിൽ നാം ജീവിക്കുന്നു, അവനിൽ നാം ഇരിക്കുന്നു, അവനിൽ നാം നിലനിൽക്കുന്നു. ആദാം ദൈവത്തിൻ്റെ മകൻ, അഥവാ ആദാം ദൈവത്തിൻ്റെ സന്താനം. ഇപ്രകാരം യഹോവയായ ദൈവം ബാക്കിയുള്ള സർവ്വചരാചരങ്ങളെ ഉണ്ടാകട്ടെ ഉളവാകട്ടെ എന്ന വാക്കിനാൽ സൃഷ്ടിച്ചു. എന്നാൽ ഒരു ആദാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ല, ഒരു ഹൗവ ഉളവാകട്ടെ എന്ന് പറഞ്ഞില്ല. അതിന് പിന്നിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞിരിക്കുകയാണ്. ദൈവം തമ്പുരാൻ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായതായ മനുഷ്യനുമായി അവന് വലിയ സ്നേഹമുണ്ടായിരുന്നു. കാരണം താൻ കഷ്ടപ്പെട്ട് മണ്ണുകുഴച്ച് ഉണ്ടാക്കിയെടുത്തതായ മനുഷ്യനോട് സ്വന്തം മകന് അപ്പനോട് സ്നേഹമുള്ളതുപോലെ ഒരു വലിയ സ്നേഹമുണ്ടായിരുന്നു. എല്ലാ ദിവസവും യഹോവയായ ദൈവം ഈ ഏദെൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വരും. മനുഷ്യനും ദൈവവുമായിട്ടൊരു വലിയ ബന്ധമുണ്ടായിരുന്നു. ആദാം ഹവ്വയോടും ദൈവത്തിന് വലിയ സ്നേഹമായിരുന്നു. ഇവർക്കും ദൈവത്തോട് വലിയ സ്നേഹമായിരുന്നു. എല്ലാ ദിവസവും വന്ന് ദൈവവും മനുഷ്യനും തമ്മിൽ പല കാര്യങ്ങൾ സംസാരിക്കും. എന്നാൽ ഒരു ദിവസം ഇറങ്ങി വന്നപ്പോൾ ആദാമിനെ കാണുന്നില്ല. ഒരു ദിവസം ഇറങ്ങി വന്നപ്പോൾ ആദാമിനെ കാണുന്നില്ല. യഹോവയായ ദൈവം വിളിക്കുകയാണ്, ആദാമേ നീ എവിടെ? ഏദെൻ തോട്ടത്തിൽ മുഴങ്ങിക്കേട്ടു, ആദാമേ നീ എവിടെ? യഹോവയായ ദൈവം ഇറങ്ങി വന്നപ്പോൾ എല്ലാ ദിവസവും ദൈവം വരുമ്പോൾ ഓടിച്ചെന്ന് ദൈവത്തിൻ്റെ അടുക്കൽ തിന്ന് അത് കുശലപ്രശ്നങ്ങളൊക്കെ നടത്തി ആ പിതാവും മകനും തമ്മിലുള്ളതായ സ്നേഹത്തെ അവരെ പ്രകടിപ്പിക്കുന്നതായ ആ മകൻ ഒരു ദിവസം വന്നപ്പോൾ ആ മകനെ കാണാതപ്പോൾ പിതാവിൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ടായി. എന്താ വചനം പറയുന്നത്? വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദാം എവിടെ? ആദാമിന് മരണം സംഭവിച്ചു, ആത്മീകമായ മരണം സംഭവിച്ചു. താൻ ഉണ്ടാക്കിയതായ മനുഷ്യനെ ഓർത്ത് ദൈവം ദുഃഖിച്ച്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവയായ ദൈവത്തിന്റെ ഹൃദയത്തിന് വേദനയായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരുവനെ ഞാൻ സൃഷ്ടിച്ചു പോയല്ലോ എന്നോർത്ത് ദൈവത്തിന്റെ ഹൃദയത്തിൽ വേദനയുണ്ടായി. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ, അക്ഷയനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ ക്ഷയമുള്ളവനായി മാറ്റപ്പെട്ടു. അദ്രവത്വമുള്ളവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ ദ്രവത്വമുള്ളവനായി മാറ്റപ്പെട്ടു. അമർത്യനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ മർത്യനായി മാറ്റപ്പെട്ടു. അതെ, തേജസ് നഷ്ടപ്പെട്ടവനായി, വസ്ത്രം നഷ്ടപ്പെട്ടവനായി, പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടവനായി, മനസ്സാക്ഷി നഷ്ടപ്പെട്ടവനായി യഹോവയാം ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ വണ്ണം അത് വൃക്ഷത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായി വിവിധങ്ങളാകുന്ന വിഷയങ്ങൾ നിമിത്തം ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ വണ്ണം ഇവിടെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടവരായി, ഇവിടെ വിശ്വാസം നഷ്ടപ്പെട്ടവരായി, പ്രാർത്ഥന നഷ്ടപ്പെട്ടവരായി, നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ടവരായി, ദൈവത്തോടതായ ബന്ധം നഷ്ടപ്പെട്ട ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നിന്നെ നോക്കി നിന്റെ ദൈവം വേദനിക്കുകയാണ്. ഒരു മകൻ മരിച്ച ഒരു പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, പിതാവ് മരിച്ചാൽ മകനാണോ ദുഃഖം, മകൻ മരിച്ചാൽ പിതാവിനാണോ ദുഃഖം? ശ്രദ്ധിച്ച് കേൾക്കണം. മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ അടുക്കൽ വന്നു നിന്നിട്ട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയാണ്, പിതാവ് മരിച്ചാൽ മകനാണോ ദുഃഖം, മകൻ മരിച്ചാൽ പിതാവിനാണോ ദുഃഖം? അദ്ദേഹം പറഞ്ഞു, മകനെ നഷ്ടപ്പെട്ടാൽ പിതാവിനാണ് ദുഃഖം. പഴമക്കാർ പറയാറുണ്ട്, ലോകത്തിലെ ദുഃഖങ്ങളിൽ ഏറ്റവും വലിയ ദുഃഖം പുത്ര ദുഃഖമാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ നഷ്ടപ്പെടുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദനയാണ് പോലും ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദനകൾ വളരെ വലുതാണ് പ്രിയമുള്ളവരെ. കാണാതായ തൻ്റെ മകനെ അന്വേഷിച്ച് ഒരായുസ് മുഴുവനും അലഞ്ഞു നടന്ന് മണ്ണോട് മണ്ണ് ചേർന്നതായ ഒരു പിതാവിൻ്റെ കണ്ണുനീറി കേരള മണ്ണിലുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ പി രാജൻ വാര്യർ എന്ന് പറയുന്നതായ യൗവനക്കാരൻ നക്സലാക്രമണ കേസിൽ അകപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് കക്കയം പോലീസ് ക്യാമ്പിൽ കൊണ്ടുപോയി അവരെ വിചാരണ ചെയ്യുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് രാജൻ വാര്യർ എന്ന യൗവനക്കാരൻ കൊല ചെയ്യപ്പെട്ടു. എന്നാൽ മൃതദേഹം എവിടെയെന്ന് ആർക്കും അറിയത്തില്ല. നഷ്ടപ്പെട്ട മകനെ അന്വേഷിച്ച് അപ്പനാകുന്ന പ്രഭ ശ്രീച്ചര വാര്യർ ഒരുപാട് അലഞ്ഞു. അദ്ദേഹം അവസാനമായി മകനെ കണ്ടുകിട്ടുവാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് ഹർജി ആദ്യമായിട്ട് അദ്ദേഹം സമർപ്പിച്ചു. അതാണ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി സമർപ്പിക്കപ്പെട്ട ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് ഹർജി. ആ ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിന് ശരീരം ഹാജരാക്കുക എന്നാണ് അർത്ഥം. എൻ്റെ മകൻ എവിടെയായിരുന്നാലും എനിക്കവനെ കാണണം.
എന്നാൽ അത് സംഭവിച്ചില്ല. ആ മകൻ മരിച്ചിട്ട് നാളുകളായിരുന്നു. എന്നാൽ മകൻ മരിച്ചു എന്നുള്ളതായ സത്യം ഉൾക്കൊള്ളുവാൻ കഴിയാതെ അദ്ദേഹം രാത്രികാലം ഭാര്യയോട് പറഞ്ഞു, രാധേ, നീ ഒരു ഇലയിൽ ചോറ് വിളമ്പിയിട്ടിരിക്കണം. രാത്രിയിൽ എപ്പോഴെങ്കിലും വിശന്ന് തളർന്ന് നമ്മുടെ മകൻ കയറി വരും. അവൻ കയറി വരുമ്പോൾ അവന് കൊടുക്കുവാൻ ചോറില്ല എന്ന് വരരുത്. അതുകൊണ്ട് നീ എല്ലായ്പ്പോഴും ഒരുപിടി ചോറ് മകന് വേണ്ടി കരുതി വെച്ചുകൊള്ളണം. ആ കാലങ്ങളിൽ ഈശ്വരവാര്യ എന്ന് പറയുന്ന പിതാവ് ഒരിക്കൽ പോലും വീടിൻ്റെ കഥ അടച്ചിരുന്നില്ല. പ്രിയമുള്ളവരെ, ഉമ്മറവാതിക്കൽ ഇറങ്ങിയെന്ന രാത്രികളിൽ ഇരുട്ടിലേക്ക് നോക്കി അച്ഛ എന്ന വിളിയോടുകൂടി എൻ്റെ മകൻ എപ്പോഴെങ്കിലും കയറി വരുമെന്ന് രാത്രികളിൽ അദ്ദേഹം കാത്തിരുന്നിട്ട് അർദ്ധരാത്രി കഴിയുമ്പോൾ കണ്ണുനീരോടെ എൻ്റെ കുഞ്ഞിമോനെ എന്ന് നിലവിളിച്ചുകൊണ്ട് ആ പിതാവ് ചെന്ന് രാത്രികാലങ്ങളിൽ കണ്ണുനീരോടെ ചെലവഴിക്കുമായിരുന്നു. അനേക നാളുകൾ അലഞ്ഞിട്ട് തൻ്റെ മകനെ കണ്ടുകിട്ടാത്ത വേദനയിൽ അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു ആത്മകഥയുണ്ട്, ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. അത് വായിച്ചാൽ ഏത് മനുഷ്യൻ്റെയും കണ്ണ് നിറയും. അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. മകൻ തിരിച്ചു വരുമെന്ന് മരണം വരെ പ്രതീക്ഷിച്ച അപ്പൻ മകനെ കാണാതെ വണ്ണം ഈ ലോകത്തോട് മൺമറഞ്ഞു പോയി. ചില വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്ന് പറഞ്ഞൊരു യൗവനക്കാരനെ രാഷ്ട്രീയ വിരോധികൾ നെഞ്ചത്ത് കടാര കുത്തിയിറക്കി കൊന്നപ്പോൾ ആ മകൻ്റെ മൃതശരീരം കൊണ്ടുവന്നപ്പോൾ ആ മകൻ്റെ അമ്മ, മൂന്നാറുകാരിയായ തേയിലത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ഒരു പാവപ്പെട്ടവളായ അമ്മ ആ മൃതശരീരത്തിന് മുമ്പിൽ നിലവിളിക്കുന്ന നിലവിളി വായിച്ചിട്ട് എൻ്റെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. എന്താ വിളിച്ചെന്നറിയ, എൻ മകനെ, ഞാൻ പെറ്റ എൻ്റെ കിളിയെ. ഒരമ്മയുടെ നിലവിളിയാണ്, എൻ മകനെ, ഞാൻ പെറ്റ എൻ്റെ കിളിയെ. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന വളരെ വലുതാണ്. വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ 2 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിരുന്ന ദാവീദ് രാജാവ് യുദ്ധത്തിൽ തൻ്റെ മകനാകുന്ന അബ്ശാലോം കൊല്ലപ്പെട്ടതറിഞ്ഞ് എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ അബ്ശാലോമേ എന്ന് നിലവിളിച്ചുകൊണ്ട് നടന്നപ്പോൾ ഒരു വലിയ യുദ്ധം കഴിഞ്ഞു വന്ന ഇസ്രായേൽ ജനം മുഴുവനും ദുഃഖത്തിലായി എന്ന് പറഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് താങ്ങുവാൻ പറ്റാത്ത വേദനയുണ്ടെങ്കിൽ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയതായ ആദാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ വേദന വലുതായിരുന്നു. അവൻ തോട്ടത്തിൽ വന്ന് വിളിക്കുകയാണ്, ആദാമേ നീ എവിടെ? അവിടെ എഴുതിയിരിക്കുന്ന യഹോവ മനുഷ്യനെ വിളിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്നും അതേ ദൈവം നമ്മെ വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, യഹോവയായ ദൈവം ആദാമിനെ വിളിച്ചതുപോലെ ഇന്നും നമ്മെ വിളിക്കണം. വായിച്ച വാക്യത്തിൽ നാം അവൻ്റെ സന്താനം എന്ന് പറഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരുത്തനെന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി ദൈവം സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും ദൈവത്തിൻ്റെ സന്താനമാണ്. അതുകൊണ്ട് ഇന്നും ആ സന്താനത്തെ നോക്കി യഹോവയായ ദൈവം വിളിക്കുകയാണ്. കേൾക്കുന്നില്ലയോ നിന്നെ വിളിക്കുന്ന, കേൾക്കുന്നില്ലയോ നിന്നെ വിളിക്കുന്ന കുഞ്ഞാടാം പ്രിയന്റെ വീണ്ടെടുപ്പിൻ ധ്വനി, കുഞ്ഞാടാം പ്രിയന്റെ വീണ്ടെടുപ്പിൻ ധ്വനി. നിറയ്ക്കും അവൻ തൻ്റെ ഉള്ളം തൻ സ്നേഹത്താൽ, നിറയ്ക്കും അവൻ നിന്റെ ഉള്ളം തൻ സ്നേഹത്താൽ. നിർത്തിയിടുമേ നിന്നെയും തനിക്കായി, നിർത്തിയിടുമേ നിന്നെയും തനിക്കായി. ഇന്നു രക്ഷാ ദിവസമാകുന്നു, നിനക്ക് സുപ്രസാദകാലമേ. ഇന്നു രക്ഷാ ദിവസമാകുന്നു, നിനക്ക് സുപ്രസാദകാലമേ. ഇത്ര വലിയ രക്ഷയെ നീ അഗണ്യമാക്കിടുമോ? ഇത്ര വലിയ രക്ഷയെ നീ അഗണ്യമാക്കിടുമോ? ജീവനെ പ്രാപിച്ചു അക്ഷയനാകുവാൻ, ജീവനെ പ്രാപിച്ചു അക്ഷയനാകുവാൻ. ചാവിനെ ജയിച്ചു സുവിശേഷം നൽകിയേ, ചാവിനെ ജയിച്ചു സുവിശേഷം നൽകിയേ. ഇന്നു നീ കേൾക്കുന്ന ജീവന്റെ വചനം, ഇന്നു നീ കേൾക്കുന്ന ജീവന്റെ വചനം. ദൂതന്മാരും അറിഞ്ഞിരുന്നില്ല, ദൂതന്മാരും
ഇരുന്നില്ല. ഇന്നു രക്ഷാ ദിവസമാകുന്നു, നിനക്ക് കാലമേ. ഇന്നു രക്ഷാ ദിവസമാകുന്നു, ഇന്ന് രക്ഷാദിവസം, നിനക്ക് സുപ്രസാദ കാലം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. ഇന്ന് ഇന്ന് സന്ധ്യാസമയം അതേ ദൈവം വിളിക്കുകയാണ്. പ്രിയം, നമ്മുടെ വിഷയം നാം ദൈവത്തിന്റെ സന്താനം എന്നുള്ളതാണ്. യഹോവയായ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യനെ താനാക്കിയ സ്ഥാനത്ത് കാണാതിരുന്നപ്പോൾ വേദനയോടെ വിളിക്കുകയാണ്. പ്രിയങ്ങൾ, ഈ മനുഷ്യൻ ഇപ്പോൾ ആരായിട്ട് മാറി? വചനം പറയുന്നു, 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. ദൈവസന്തതിയായി സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പിശാചിന്റെ മകനായി മാറി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ യേശുവിന്റെ പ്രഭാഷണത്തിൽ സർപ്പസന്തതികളെ എന്ന് വിളിച്ചിരിക്കുകയാണ്. ഇപ്രകാരം പിശാചിന്റെ മക്കളായി, പിശാചിന്റെ സന്തതികളായി മാറിയതായ ഈ മനുഷ്യനെ വീണ്ടും തന്റെ സന്താനമാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരായി ദൈവം താണഭൂമിയിലേക്ക് വന്ന് ചെയ്തൊരു മനോഹരമായ പ്രവൃത്തി. ആ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ, ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പോൾ ഒരുവൻ ദൈവത്തിന്റെ പുത്രനായി മാറ്റപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മന്യപ്പെട്ടു പോയതായ മനുഷ്യരെ വീണ്ടും ദൈവത്തിന്റെ അടുക്കലേക്ക് മടക്കി വരുത്തുവാൻ വേണ്ടി സുവിശേഷത്താൽ യേശു വിളിക്കുകയാണ്. അപ്രകാരം സുവിശേഷം അറിയിക്കുമ്പോൾ വചനം പറയുകയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അവനെ കൈക്കൊള്ളണം, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. യേശു എന്ന നാമത്തെ വിശ്വസിക്കണം. നസറായനായ യേശു ക്രിസ്തു എന്ന നാമത്തെ വിശ്വസിക്കണം. അതാണ് സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. എന്താണ് സുവിശേഷം? നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. യേശു ജനിച്ചു, വിശ്വസിക്കണം. യേശു എനിക്കുവേണ്ടി മരിച്ചു, അത് വിശ്വസിക്കണം. യേശു ഉയർത്തെഴുന്നേറ്റു, അത് വിശ്വസിക്കണം. യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു പോയി, അത് വിശ്വസിക്കണം. ഈ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ പൊതുവിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, പൊതുവായി പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്. അതിന് വീണ്ടെടുപ്പ്, മനുഷ്യനെ മടക്കി വരുത്തുവാൻ വേണ്ടി ദൈവം ചെയ്തതായ പ്രവൃത്തിക്ക് ബൈബിളിൽ വീണ്ടെടുപ്പിന്റെ വേല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ? അടിമച്ചന്തയിൽ വിൽക്കുവാൻ നിർത്തിയിരിക്കുന്ന ഒരു അടിമയെ വില കൊടുത്ത് വാങ്ങുക എന്ന വാക്കാണ് ബൈബിളിൽ അബോലുട്രോസിസ് അഥവാ വീണ്ടെടുപ്പ്. അബോലുട്രോസിസ് എന്ന് പറഞ്ഞാൽ അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്കായി നിർത്തിയിരിക്കുന്ന ഒരുവനെ വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രനായി വിട്ടയക്കുക. അപ്രകാരം പിശാചിന്റെ അടിമകളായിരുന്നു നമ്മളെ എല്ലാവരെയും വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രനായി വിട്ടയക്കുവാൻ വേണ്ടി സ്വർഗമഹിമളെ വിട്ട് താണഭൂമിയിലേക്ക് വന്നതായ യേശു ക്രിസ്തു വില കൊടുക്കുവാൻ വേണ്ടി വന്നപ്പോൾ എന്തായിരുന്നു വിലയായി കൊടുത്തത്? തൻ്റെ രക്തമാണ് വിലയായി കൊടുക്കേണ്ടി വന്നത്. ഈ ലോകത്തിലുള്ളതായ മറ്റേതെങ്കിലും സാധനങ്ങളല്ലായിരുന്നു വിലയായി കൊടുക്കേണ്ടത്, തൻ്റെ രക്തമാണ് വിലയായി കൊടുക്കേണ്ടത്. രക്തം മറുവിലയായി കൊടുക്കണം. അതിന്റെ ബൈബിളിൽ മറുവില എന്ന് പറഞ്ഞിരിക്കുകയാണ്. മറുവില എന്ന വാക്കിന് മോചന ദ്രവ്യം എന്ന അർത്ഥം. നമ്മുടെ നാട്ടിൽ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് പറയത്തില്ല, നിങ്ങളുടെ കുട്ടി എൻ്റെ കസ്റ്റഡിയിലുണ്ട്, വിട്ടുതരണമെങ്കിൽ 5 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ മോചന ദ്രവ്യം ആവശ്യപ്പെടുകയാണ്. കുട്ടി ആരുടെയാണ്? നമ്മുടെ കുട്ടിയാണ്. നമ്മുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ കുട്ടിയെ തരണമെങ്കിൽ 5 ലക്ഷം രൂപ തരണം, മോചന ദ്രവ്യം ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മക്കളാകുന്ന ഈ മാനവരാശിയെ പിശാച് എന്ന് പറഞ്ഞിട്ട് കൊള്ളക്കാരൻ, പിശാച് എന്ന് പറഞ്ഞിരിക്കുന്ന വഞ്ചകൻ, ചതിയൻ, അവൻ വളരെ തന്ത്രശാലിയായിട്ട് വന്ന് അപഹരിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ്, നിങ്ങളുടെ മക്കൾ എൻ്റെ കൈവശമുണ്ട്, പക്ഷെ തരാം, മോചന ദ്രവ്യം വേണം. രക്തമാണ് കൊടുക്കേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് രക്തം കൊടുക്കേണ്ടി വന്നത്? അത് വെറുതെയല്ല, ജാതീയ ലോകത്ത് അവരുടെ ആചാരം നിലനിന്നിരുന്നു. ഹിലാസ്റ്റേരിയോൺ എന്ന് പറയും, പ്രായശ്ചിത്ത യാഗം എന്ന് പറഞ്ഞാൽ ജാതീയ ദേവതയ്ക്ക് രക്തം കൊടുത്തുകൊണ്ട് ദേവതയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അക്കാലത്ത് ജാതീയ ലോകത്തിൽ നിന്നുന്ന ഹിലാസ്റ്റേരിയോൺ എന്ന് പറഞ്ഞൊരു ജാതീയ സമ്പ്രദായം. ആ സമ്പ്രദായത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ, റോമാലേഖനം 8-ാം അധ്യായം 3-ാം അധ്യായം 25-ാം ഭാഗത്തിൽ, രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു
പറഞ്ഞിരിക്കുന്നു, ഹിലാസ്റ്റേരിയോൺ എന്ന് പറഞ്ഞാൽ രക്തം മറുബലിയായി കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുക എന്നർത്ഥം. അപ്രകാരം കർത്താവായ യേശുക്രിസ്തു രക്തം കൊടുക്കുവാൻ വേണ്ടി, രക്തം മറുബലിയായി കൊടുക്കുവാൻ വേണ്ടി വന്നപ്പോൾ ആ പുത്രനെ കുറിച്ച് പിതാവായ ദൈവം നേരത്തെ രേഖപ്പെടുത്തി വെച്ചത് എന്താണ്? രക്തം കൊടുക്കണമെങ്കിൽ, രക്തം ചൊരിയണമെങ്കിൽ ശരീരം തകർക്കപ്പെടണം. ശരീരം തകർക്കപ്പെടാതെ രക്തം ചൊരിയുവാൻ സാധ്യമല്ല. അപ്രകാരം യേശു തകർക്കപ്പെടുവാൻ വേണ്ടി ആദ്യമായി യേശു ഗത്ശമനയിലേക്ക് പോയി. ഗത്ശമന എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഒലിവുമല അടിവാരത്തുള്ള മനോഹരമായ തോട്ടമാകുന്ന ഗത്ശമനയിലേക്ക് യേശുക്രിസ്തു പോയപ്പോൾ യേശുക്രിസ്തു അവിടെ ചെന്ന് മുഖമടച്ച് വീണ് അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് വന്നതായ അത് വിയർപ്പ് വന്നപ്പോൾ, ആ വിയർപ്പ് വരേണ്ട സ്ഥാനത്ത് രക്തത്തുള്ളികൾ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? മുഴുമാനവരാശിയുടെ പാപം ഈ യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ വചനം പറയുന്നു, യെശയ്യാവ് 53:6, നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഒരുത്തന്റെ പാപത്തിന്റെ വേദന തന്നെ വളരെ ഭയങ്കരമാണെങ്കിൽ, മുഴുലോകത്തിന്റെ പാപം ഒരു മനുഷ്യന്റെ മേലേക്ക് ചുമത്തപ്പെട്ടപ്പോൾ താങ്ങുവാൻ പറ്റാത്ത വേദന ഉണ്ടായപ്പോൾ മെഡിക്കൽ സയൻസ് പറയുന്നു, കൊടിയ സങ്കടം, കഠോര വേദന, കഠിനമായ മാനസിക വേദന ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അവന്റെ സൂക്ഷ്മ രക്തധമനികൾ വീർക്കുകയും വിയർപ്പ് വരേണ്ട സ്ഥാനത്ത് രക്തം വരികയുമെന്ന് മെഡിക്കൽ സയൻസ് തെളിയിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലും ഹൃദയത്തിലും താങ്ങുവാൻ പറ്റാത്ത കൊടിയ സങ്കടം, താങ്ങുവാൻ പറ്റാത്ത മാനസിക വേദന തന്റെ ശരീരത്തിലേക്ക് വന്നപ്പോൾ തന്റെ സൂക്ഷ്മ രക്തധമനികൾ ഉടഞ്ഞിട്ട് ശരീരത്തിലും വിയർപ്പ് വരേണ്ട ഭാഗത്തുകൂടെ രക്തത്തുള്ളികൾ വന്നു. എന്താ കർത്താവേ, അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ രക്തത്തുള്ളികൾ വന്നത്? വചനം പറയുന്നു, ഗത്ശമനയിൽ മുഴുമാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മാനവരാശി പാപം എന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ ഞാൻ ഇപ്രകാരം കഷ്ടം അനുഭവിക്കേണ്ടി എന്ന് പറഞ്ഞാൽ, ഗത്ശമനയിൽ യേശു രക്തം ചൊരിഞ്ഞത് കൊണ്ട് നമ്മുടെ പാപത്തിന്റെ പരിഹാരം. പിന്നീട് അവനെ കൊണ്ടുപോയി വിസ്തരിച്ച ശേഷം അന്നത്തെ നാടുവാഴിയാവുന്ന പീലാത്തോസിന്റെ കൽത്തളം എന്ന ഗബദ എന്ന ന്യായാസനത്തിന് മുമ്പാകെ യേശുവിനെ കൊണ്ട് വിസ്തരിക്കുവാൻ കൊണ്ട് നിർത്തിയ ശേഷം അത് റോമൻ ആചാരപ്രകാരം അവനെ വിവസ്ത്രനാക്കിയ ശേഷം അവനെ ഒരു കുറ്റിയിലേക്ക് ബന്ധിച്ച് കുടിച്ചു നിർത്തിയ ശേഷം ചാട്ടവാർ കൊണ്ട് ക്രൂരന്മാരെ പടയാളികൾ യേശുക്രിസ്തുവിന്റെ മനോഹരമായ ശരീരം അടിച്ചു തകർത്തപ്പോൾ വചനം പറയുന്നു, അടിക്കുന്നവർക്ക് എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവളും കാണിച്ചു കൊടുത്ത് ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴുതു. ഉഴവുചാലുകളെ നീളത്തിൽ കീറി എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. ശരീരം മുഴുവനും ചാട്ടവാറിന് അടിച്ചു തകർത്തപ്പോൾ വചനം പറയുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ ആരാധന പങ്കെടുക്കുന്ന ആരെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും വേദനയോടെ, ഏതെങ്കിലും രോഗത്തോടെ ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാതെ വണ്ണം വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൈവ വചനം സംസാരിക്കുകയാണ്. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക, ഗബദ എന്ന കൽത്തളത്തിൽ വെച്ച് യേശുക്രിസ്തു തകർക്കപ്പെട്ട നിമിത്തം, യേശുക്രിസ്തു അടിക്കപ്പെട്ട നിമിത്തം എന്റെ ശരീരത്തിലുള്ളതായ സകല രോഗങ്ങൾക്കും പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. വീണ്ടും അവനെ ഈ യെരൂശലേം, ഈ ഗബദ എന്ന കൽത്തളത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ളതായ ആ തലയോടിലുമെന്ന ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയ ശേഷം ഒരു പച്ച പൈൻമര കുരിശിൽ അവനെ മലർത്തിക്കടത്തിയിട്ട് ക്രൂരന്മാരായ റോമൻ പടയാളികൾ, കാരിരുമ്പാണികൾ കരുണ കൂടാതെ കൈകാലിലേക്കും കാലുകളിലേക്കും അടിച്ചിറക്കിയപ്പോൾ യേശുക്രിസ്തു അലറി നിലവിളിച്ചിൽ അവൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്തത് ഇന്നറിയായികൾ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ആ ക്രൂശിൽ കിടക്കുമ്പോൾ, ഈ ക്രൂശീകരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റാത്ത വേദന വന്നപ്പോൾ യേശുക്രിസ്തു സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ പിതാവ് മുഖം മറച്ചു കളഞ്ഞു. പിതാവ് മുഖം മറച്ചു കളഞ്ഞപ്പോൾ യൂദാസ് തള്ളിപ്പറഞ്ഞപ്പോൾ ഉണ്ടായതിനേക്കാളും, പൗലോസ് യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോൾ ഉണ്ടായ വേദനയെക്കാളും, പൗലോസ് തള്ളിപ്പറഞ്ഞപ്പോൾ ഉണ്ടായ വേദനയെക്കാളും, പടയാളികൾ ചാട്ടവാറിന് അടിച്ചപ്പോൾ ഉണ്ടായ വേദനയെക്കാളും, ആണികൾ അടിച്ചപ്പോൾ ഉണ്ടായ വേദനയെക്കാളും വലിയ വേദനയായിരുന്നു. സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ പിതാവ് മുഖം മറച്ചു കളഞ്ഞു. നമുക്ക് പിതാവിനോട് ചോദിക്കാം, എന്താ പിതാവേ അങ്ങ് മുഖം മറച്ചു കളഞ്ഞത്? വചനം പറയുന്നു, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തിയതിനു വേണ്ടി അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുവാൻ വേണ്ടി. എന്തിനു വേണ്ടിയാണ് അവനെ തകർത്ത് കളഞ്ഞത്? അവന്റെ പ്രാണൻ അകൃത്യ യാഗമായി, പാപപരിഹാര യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണും. ഏതാണ് സന്തതി? ആ സന്തതിയാണ് ഇന്ന് രാത്രികാലം ഇവിടെ കൂടിയിരിക്കുന്ന ഞാനും നിങ്ങളും. അതെല്ലാം വെച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, അവനിലാണ് നാം ജീവിക്കുന്നത്, അവനിലാണ് നാം ചരിക്കുന്നത്, അവനിലാണ് നാം നിലനിൽക്കുന്നത്, നാം അവന്റെ സന്താനമാണ്. അതുകൊണ്ട് അവൻ
നമ്മളെ സന്താനമാക്കി മാറ്റുവാൻ വേണ്ടി പിതാവായ ദൈവം ആ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ, പുത്രൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ പിതാവ് മുഖം മറച്ചുള്ളതിന്റെ കാരണം അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. എന്തുകൊണ്ട് തകർത്തു ചോദിച്ചാൽ സന്തതിയെ കാണുവാൻ വേണ്ടി. ഈ സന്തതിയായി തീരുവാൻ നാം എന്തു ചെയ്യണം? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്ത് നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിനെ അംഗീകരിക്കുമ്പോൾ നാം അവന്റെ സന്തതിയായി മാറുകയാണ്. പിന്നീട് വചനം പറയുന്നു, നാം ജലസ്നാനം എന്ന സത്യം അനുസരിക്കുമ്പോൾ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി, ശാപത്തിന് വേണ്ടി, രോഗത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു എന്നുള്ളതായ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരുന്നതായ ആ ജലസ്നാനം എന്ന സത്യത്തിന് വേണ്ടി ഒരുവൻ കീഴടങ്ങുമ്പോൾ, യേശുക്രിസ്തു സ്നാനമേറ്റപ്പോൾ സ്വർഗത്തിലൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു സ്നാനമേറ്റപ്പോൾ സ്വർഗം പ്രസാദിച്ചുകൊണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞുവെങ്കിൽ, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്നാനം എന്ന് പറയുന്ന സത്യത്തിന് വേണ്ടി ഒരുവൻ സമ്മതിക്കുമ്പോൾ, ഒരുവൻ സമർപ്പിക്കണം. അവനെ നോക്കി പറയും, സ്നാനമേറ്റ് വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്ന ഒരു മനുഷ്യനെ നോക്കി സ്വർഗം പ്രഖ്യാപിക്കും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിട്ട്. പൗലോസ് പറഞ്ഞു, നാം അവന്റെ സന്താനം, അവന്റെ സന്താനമായി നാം മാറണമെങ്കിൽ ജലസ്നാന സത്യത്തിന് കീഴടങ്ങാം. ജലസ്നാനം എന്ന പെന്തക്കോസ്തുകാരുടെ ഉപദേശമല്ല പ്രിയമുള്ളവരെ, യേശു കാണിച്ചതൊരു മാതൃകയാണ്. മാനസാന്തരപ്പെട്ടവർ എടുക്കേണ്ടതാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ സ്നാനമേൽക്കണമെന്ന് വചനം പറയുന്നു. പരിശുദ്ധമായി ജീവിക്കാൻ കൃപ ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് ജലസ്നാനം എന്ന് വചനം പറയുന്നു. ലോകത്തിലുള്ളതായ പല മതങ്ങളും സ്നാനമെടുക്കുക, സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. സമയമില്ലാത്തതൊന്നും വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. മൂന്നാമത് നാം സന്തതിയായി മാറുവാൻ വേണ്ടി പരിശുദ്ധാത്മാനെ പ്രാപിക്കണം. പൗലോസ് പറയുകയാണ്, നാം അവന്റെ സന്താനമായി നമ്മൾ പാപം ചെയ്ത് അന്യപ്പെട്ടു പോയി വീണ്ടും സന്തതിയായി മാറുവാൻ എന്തു ചെയ്യണം? കാത്തിരുന്ന് പരിശുദ്ധാത്മാനെ പ്രാപിക്കണം. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോയി കഴിഞ്ഞാൽ കാര്യസ്ഥൻ ഇവിടെ കയക്കും. നിങ്ങൾ യെരൂശലേമിൽ വാങ്ങിപ്പോകാതെ എന്നോട് കണ്ട പിതാവിന്റെ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കണം എന്ന് പറഞ്ഞ വചനപ്രകാരം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 120 പേര് ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടിയിരുന്നു. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ യഹൂദന്മാരുടെ 50-ാം പെരുന്നാളാണ്. പെസഹായ്ക്ക് ശേഷം ആചരിക്കുന്ന 50-ാം പെരുന്നാൾ. അതിനെ എബ്രായ ഭാഷയിൽ ഷാവോത്ത് എന്ന് പറയും, ഗ്രീക്ക് ഭാഷയിൽ പെന്തക്കോസ്റ്റേ എന്ന് പറയും. അതാണ് മലയാളത്തിൽ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50-ാം ദിവസം, പെസഹായ്ക്ക് ശേഷമുള്ള 50-ാം ദിവസം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റന്റെ 50-ാം ദിവസം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തു. 10-ാം ദിവസം ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ്. പെന്തക്കോസ്ത് 50-ാം ദിവസം. പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാലയിൽ അവിടേക്ക് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിനാൽ ദൈവം സ്ഥാപിക്കപ്പെട്ടു. കർത്താവായ യേശു എന്തിനു വേണ്ടിയാണ് രക്തം ചൊരിഞ്ഞത്? യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് രക്തം ചൊരിഞ്ഞത്? നമ്മുടെ പാപത്തെ മാറ്റുവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ രോഗത്തെ മാറ്റുവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ശാപത്തിനെ പിടിവിക്കുവാൻ വേണ്ടി മാത്രമല്ല. കർത്താവായ യേശുക്രിസ്തു എന്തിനു വേണ്ടി തകർക്കപ്പെട്ടു? അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് ചോദിക്കാം, പിതാവേ, പുത്രനെ തകർത്ത് കളവൻ അങ്ങേക്ക് മനസ്സായത് എന്തുകൊണ്ടാണ്? അവൻ പറയും, ഒരു സന്തതിയെ കാണുവാൻ വേണ്ടി. ആ സന്തതിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവായ യേശുവേ, നീ ആർക്ക് വേണ്ടിയാ ഏൽപ്പിച്ചു കൊടുത്തത്? അവൻ പറഞ്ഞു, അവൾക്ക് വേണ്ടി. ആരാണ് അവൾ? ശുദ്ധയും നിഷ്കളങ്കയുമാകുന്ന സഭ, മണവാട്ടി സഭ. അതുകൊണ്ട് സഭയുടെ മേൽ യേശുവിന്റെ അവകാശവാദമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ, എന്റെ രക്തത്താൽ സമ്പാദിച്ചതായ സഭ. ഈ സഭയെക്കുറിച്ച് യേശു പറയണം, ഞാൻ എൻ്റെ സഭയെ പണിയും. എൻ്റെ സഭ എന്ന് പറയുവാൻ കാരണം എന്താണ്? ഞാനാണ് വില കൊടുത്തത്, ഞാനാണ് രക്തം ചൊരിഞ്ഞത്, ഞാൻ രക്തം ചൊരിഞ്ഞ് സമ്പാദിച്ചതായ സഭയാണ്. പൗലോസ് പറയണം, നാം അവന്റെ സന്താനം. രക്ഷിക്കപ്പെടുമ്പോൾ നാം സന്തതിയായി മാറുന്നു, സ്നാനപ്പെടുമ്പോൾ സന്തതിയായി മാറുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോഴും സന്തതിയായി മാറുന്നു. വചനം പറഞ്ഞ ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അബ്ബാ, പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അവർക്ക് നൽകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അബ്ബാ എന്ന് പറഞ്ഞ ഒരു അരാമ്യ പദമാണ്. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ശേഷം ദീർഘനാളുകളായി മക്കളില്ലാതിരിക്കുന്ന ഒരു ദമ്പതികൾക്ക് അവർ വില കൊടുത്തൊരു അനാഥ കുഞ്ഞിനെ സ്വന്തം വീട്ടിലേക്ക് ഒരു മകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ, ആ മകൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അപ്പൻ പറയുകയാണ്, മകനെ, ഇതുവരെ നീ ഒരു അനാഥ ബാലനായിരുന്നു, അല്ലെങ്കിൽ നീ ഒരു അടിമയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ നിനക്ക് വില കൊടുത്ത് ഞാൻ നിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കാണുന്ന വീടിന് നിന്റേതാണ്, ഞാൻ നിന്റെ അപ്പനാണ്, ഇത് നിന്റെ അമ്മയാണ്, ഈ കാണുന്ന സ്വത്തെല്ലാം നിനക്കുള്ളതാണ്, ഇതെല്ലാം നിന്റെ പേരിൽ തീരാധാരം എഴുതി തന്നിരിക്കുകയാണ്.
അതുകൊണ്ട് ഇനി മുതൽ നീ എന്നെ യജമാനനെ എന്നല്ല വിളിക്കേണ്ടത്, നീ എന്നെ അബ്ബാ എന്ന് വിളിക്കണം എന്ന് പറയാൻ നിനക്ക് എന്നെ അപ്പാ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തെ നീ ആത്മാവിനെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ ഇനി അടിമയല്ല, നീ എന്റെ മകനാണ്, ഈ കാണുന്ന സകലത്തിനും നീ അധികാരിയാണ് എന്നുള്ളതായ സ്വർഗീയ പ്രഖ്യാപനമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അബ്ബാ പിതാവ് എന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. വചനം പറയുന്നു നാം മക്കളെങ്കിൽ അവകാശികളെന്ന്. ദൈവത്തിന്റെ സഭയിലേക്ക്, പുതിയ നിയമസഭയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് നാം അവരുടെ സന്തതിയായി മാറുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവര്, നാം അവരുടെ സന്തതിയായി മാറുവാൻ വേണ്ടി അവൻ നമ്മെ ദൈവസഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചത് കൊണ്ട് നമ്മളെ എല്ലാവരും പെന്തക്കോസ്തുകാരെന്ന് വിളിക്കുന്നത്. എന്താ പെന്തക്കോസ്ത്? പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ എന്താണ്? അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യമുണ്ടാക്കുന്നതിന് ഏതൊക്കെയോ ഭാഷകൾ പറഞ്ഞുകൊണ്ട് നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്നത്, അതാണ് നമ്മളെക്കുറിച്ച് പൊതുവേ ഉള്ളതായ ഒരു അഭിപ്രായം. എന്നാൽ പെന്തക്കോസ്ത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. പെന്തക്കോസ്തുകാർ പറഞ്ഞ അന്യഭാഷ ശരിയാണോ പ്രിയമുള്ളവരെ? പെന്തക്കോസ്തുകാർ എന്തിനാണ് ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? സത്യമാണ്, അവൻ രക്തം ചൊരിഞ്ഞൊരു തേജസ്സേറിയ സഭയ്ക്ക് വേണ്ടിയാണ്. എന്തിനു വേണമെങ്കിൽ ദൈവം ആത്മാവാകയാൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അതിനുവേണ്ടി ആത്മാവ് അത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വാസം ചെയ്ത് മനുഷ്യനെ ഒരു ദൈവത്തിന്റെ ആലയമാക്കി മാറ്റിയിരിക്കണം. ഈ ആലയമായിരിക്കുന്ന മനുഷ്യൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ഈ പരിശുദ്ധാത്മാവശ്യം പ്രാപിച്ചതായ ഈ ബന്ധക്കോസ്തുകാരെ പറഞ്ഞ അന്യഭാഷ ശരിയാണോ ഇല്ലയോ എന്ന് അറിയുവാൻ വേണ്ടി അമേരിക്കയിൽ ഒരു പഠനം നടത്തി. അമേരിക്കയിലുള്ളതായ പ്രധാനപ്പെട്ടതായ മൂന്ന് സർവകലാശാലകൾ പെന്തക്കോസ്തുകാർ പറയുന്നതായ അന്യഭാഷ സത്യമാണോ എന്ന് അറിയുവാൻ വേണ്ടി പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, വിർജീനിയ യൂണിവേഴ്സിറ്റി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷ സംസാരിക്കുന്ന 5 സ്ത്രീകളുടെ തലച്ചോറുകൾ പഠനവിധേയമാക്കിയപ്പോൾ അവർ കണ്ടെത്തിയതായ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം, മനുഷ്യന്റെ സംസാരവും ചിന്തകളൊക്കെ നിയന്ത്രിക്കുന്ന ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഭാഗം മനുഷ്യന്റെ തലച്ചോറിന് ത്തുണ്ട്. അവര് പഠിച്ചപ്പോൾ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ സംസാരിക്കുമ്പോൾ ഈ 5 സ്ത്രീകളുടെ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗം പ്രവർത്തനരഹിതമാണ്. എന്നാൽ അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നു. അതിനുശേഷം ഒരു പഠനക്കുറിപ്പ് 3 യൂണിവേഴ്സിറ്റികൾ ചേർന്ന് പഠനക്കുറിപ്പിൽ ഇപ്രകാരം എഴുതി, പെന്തക്കോസ്തുകാർ പറഞ്ഞ അന്യഭാഷ ഇതൊരു അമാനുഷികമായ ആശയവിനിമയമാണ്. ഇതൊരു അമാനുഷികമായ ആശയവിനിമയമാണ്. രണ്ടാമത് പഠനക്കുറിപ്പിൽ അവർ പറയുന്നു, അന്യഭാഷ സംസാരിക്കുന്നതായ ദൈവമക്കൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, മാനസിക പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ കഴിവ് കൂടുതലാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ്, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനങ്ങൾക്ക് ഒരു വലിയ സമാധാനം അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് ആത്മനിറവിന് ശേഷമുള്ളതായ മണിക്കൂറിൽ, പ്രത്യേകിച്ച് അതിലെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറാകുന്ന ഡോക്ടർ കാൾ പീറ്റേഴ്സൺ എന്ന് പറയുന്ന പ്രശസ്തനായ തലച്ചോർ വിദഗ്ധൻ അദ്ദേഹത്തിന്റെ പഠനക്കുറിപ്പിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്, അന്യഭാഷ സംസാരിക്കുന്നവർക്ക് രോഗം സൗഖ്യമാകുന്നതിനുള്ള പ്രത്യേകമായ കഴിവുണ്ട്. ഇന്ന് പകൽക്കാലം രാത്രികാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മൾ പറയുന്ന അന്യഭാഷ വെറും ശബ്ദമല്ല പ്രിയമുള്ളവര്, സ്വർഗസ്ഥനായ ദൈവം ആത്മാവായി നമ്മുടെ ഹൃദയത്തിലേക്ക് വാസം ചെയ്യുമ്പോൾ ആ ശക്തി എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലേക്ക് വരുമ്പോൾ ആത്മാവിൽ നിന്ന് അന്യഭാഷയെ സംസാരിക്കുന്ന ഒരു കാര്യം ഓർത്തുകൊള്ളണം, നിന്റെ മാനസിക പ്രശ്നങ്ങൾ മാറുവാൻ ഇത് സഹായിക്കുന്നതാണ്, നിനക്ക് സമാധാനം തരുന്നതാണ്, നിന്റെ രോഗത്തെ, ശരീരത്തിലുള്ള എല്ലാ രോഗത്തെ മലട്ടുവാൻ കഴിയുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ദൂത് അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. എന്തിനു വേണ്ടിയാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നതായ ഈ സഭകൾ ഈ ലോകത്തിലേക്ക് വന്നത്? പെന്തക്കോസ്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പെന്തക്കോസ്ത് എന്ന വാക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതായ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി DC ബുക്സ് ഇറങ്ങിയിട്ടുള്ളതായ T. രാമലിംഗ പിള്ള എന്ന് പറയുന്ന പ്രൊഫസർ എഴുതിയിട്ടുള്ളതായ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി നിങ്ങൾ പരിശോധിച്ചാൽ പെന്തക്കോസ്ത് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന നിർവചനം പ്രാർത്ഥനയുടെ ദിവ്യശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹം. മറ്റൊരു നിർവചനം ഇപ്രകാരം പറഞ്ഞിരിക്കുന്ന, പ്രാർത്ഥന കൊണ്ട് രോഗസൗഖ്യവും പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹം. അത് പെന്തക്കോസ്തുകാരനല്ല എഴുതിയിരിക്കുന്നത്, യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചവനല്ല എഴുതിയിരിക്കുന്നത്, ഒരു ജാതീയനായ മനുഷ്യൻ എഴുതിയിരിക്കുകയാണ്. പ്രാർത്ഥന കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യേകമായ സമൂഹമാണ് പെന്തക്കോസ്തുകാര്. മാതൃഭൂമി പത്രപ്രവർത്തകനായ ബോബി തോമസ് എന്ന് പറയുന്ന മനുഷ്യൻ ക്രിസ്ത്യാനികൾക്ക് ഒരു ചെറുപുസ്തകം എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ഒരു ചരിത്ര
പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: ക്രിസ്ത്യാനികൾക്കൊരു കൈപ്പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നതായ അദ്ദേഹത്തിൻ്റെതായ പുസ്തകത്തിൽ പ്രത്യേകമായി 23-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അഗ്നിയായി ജ്വലിക്കുന്നവർ. അദ്ദേഹം കൊടുത്തിരിക്കുന്ന നിർവചനം എന്താണെന്നറിയാമോ? മനുഷ്യന്റെ മനസ്സുകളിലെ മുറിവുകളെ തുന്നിച്ചേർക്കുന്ന മനഃശാസ്ത്ര തെറാപ്പിയാണ് ക്രൈസ്തവ സമൂഹത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനം. മനുഷ്യ മനസ്സുകളെ മുറിവുകളെ തുന്നിച്ചേർക്കുന്ന മനഃശാസ്ത്ര തെറാപ്പി. ലോകത്തിലുള്ളതായ മനുഷ്യർ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം. ആഴത്തിലുള്ളതായ വിശ്വാസം ഒരു മനുഷ്യനെ മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റുന്നു. ഇന്ന് രാത്രികാലം ദൈവസേന വന്നിരിക്കുന്ന പ്രിയമുള്ളവര്, യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞത് നമ്മളെ സന്താനമാക്കി മാറ്റുവാൻ. രക്ഷിക്കപ്പെടുമ്പോൾ നാം സന്തതിയായി മാറുന്നു. സ്നാനമെടുക്കുമ്പോൾ നാം സന്തതിയായി മാറുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തിന്റെ സന്താനമായി മാറുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് സത്യമാണെന്ന് ലോകവും ശാസ്ത്രവും തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം, എന്തിനു വേണ്ടിയാണ് നമ്മെ സഭയാക്കി മാറ്റിയിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മളെ സന്താനമാക്കി മാറ്റുന്നത്? ഈ ശരീരം രൂപാന്തരപ്പെടണം. ഈ ശരീരം രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ പുത്രന്മാരും പുത്രിമാരും ആക്കി മാറ്റുവാൻ വേണ്ടിയാണ്. നിങ്ങൾ സന്താനമായി മാറുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുത്രത്വം ഉണ്ടാകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പുത്രത്വം എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ പൂർണ്ണമായ നിർവചനം റോമാലേഖനത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പുത്രത്വം എന്ന് പറയുന്ന ഒരു മകന് കൊടുക്കുന്ന ഒരു പ്രത്യേകമായ പദവിയാകുന്ന ആ പുത്രത്വത്തെ കുറിച്ച് പഠിക്കുമ്പോൾ റോമർ 8:23 ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നാമം ശരീര വീണ്ടെടുപ്പായ പുത്രത്വം കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്ന സഹോദരന്മാരെ, ഞാനൊരു രഹസ്യം മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളനാദത്തിൽ കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷര ഉയർക്കും. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. യേശു വരും. പ്രിയമുള്ളവരെ, പുതിയ നിയമസഭയുടെ ഏറ്റവും കാതലായ അപ്പോസ്തലിക ഉപദേശ സത്യമാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്നുള്ളത്. അതിനുവേണ്ടിയാണ് ഈ ഭൂമിയിൽ ഈ കഷ്ടങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത്. യേശുവിന്റെ വരവിൽ പോകണം. എന്തിനു വേണ്ടിയാണ് യേശു വരുന്നത്? വചനം പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, പിതാവിലും വിശ്വസിപ്പീൻ. അത് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണം. ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അത് യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ പിന്നെയും വരും. യേശു വീണ്ടും വരുമെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് സ്വർഗത്തിലേക്ക് ആകാശത്തേക്ക് നോക്കി നിന്നതായ ശിഷ്യന്മാരെ നോക്കി ദൂതന്മാർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങളെ വിട്ട് പിരിഞ്ഞ് യേശുവിനെ പോകുന്നവനെ കണ്ടതുപോലെ വീണ്ടും വരും. ശിഷ്യന്മാരുടെ പ്രസംഗങ്ങളിലൊക്കെ പറയുന്നുണ്ട് യേശു വീണ്ടും വരും. നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശതാണ്. ദേശനിവാസികളോട് ഞങ്ങൾ അറിയിക്കുകയാണ്, ഈ ആസന്ന ഭാവിയിൽ ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം അതേ വിശുദ്ധന്മാരുടെ ഉൽപ്രാവണമാണ്, അഥവാ ക്രിസ്തുവിന്റെ മടങ്ങി വരുമാണ്. ഇതുവരെ ലോകത്തിൽ നടന്നിട്ടുള്ളതായ സകല സംഭവങ്ങളെക്കാളും, ഇനി ലോകത്തിൽ നടക്കുവാൻ പോകുന്ന സകല സംഭവങ്ങളെക്കാളും ഏറ്റവും വലിയ സംഭവം അത് യേശുവിന്റെ രണ്ടാം വരവാണ്. ഒരു സുപ്രഭാത മനോഹരമായ വാർത്തകൾക്കും ഈ ഭൂമിയിൽ നിന്നും ഒരു കൂട്ടം ആളുകളെ കാണുന്നില്ല. കാരണം എന്താണ്? ഇന്ന് ഭൂമിയിലുള്ളതായ മനുഷ്യർക്ക് അന്യഗോളങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹം. അത് ചന്ദ്രയാനും മംഗൾയാനും ഗംഗയാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രനിലേക്ക് വ്യാഴത്തിലൊക്കെ പോകുന്നു. കാരണം എന്താണ്? ഈ ഭൂമി വാസയോഗ്യമല്ല. ഇവിടെ നിലനിൽപ്പില്ല, ചൂട് കൂടിക്കൊണ്ടിരിക്കണം, ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. ഒരു അന്യഗ്രഹങ്ങളിലേക്ക് പോകണമെന്നുള്ള ചിന്ത എന്താണ്? ഈ ലോകം വിട്ട് വേറെ ഏതെങ്കിലും ലോകത്തിലേക്ക് പോകുവാൻ സാധിക്കുമെന്ന് അറിയുവാൻ വേണ്ടി മനുഷ്യൻ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ ഭേദിച്ചുകൊണ്ട് മറ്റു ഗ്രഹങ്ങളിലേക്ക് പോകുവാൻ GSLV, PSLV തുടങ്ങിയ റോക്കറ്റുകളുടെ സഹായത്തോടെ മനുഷ്യൻ ബഹിരാകാശ വാഹനങ്ങളെ വിക്ഷേപിച്ചുകൊണ്ട് ഈ കാലത്ത് ബഹിരാകാശ വാഹനങ്ങൾ ഇവിടെ നിന്ന് അവിടേക്ക് തുടങ്ങി മാസങ്ങൾ എടുക്കുമ്പോൾ വചനം പറയുന്നു, കണ്ണിമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും, നൊടിയിടയിൽ നാം രൂപാന്തരപ്പെടും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ഭൂമിയിലുള്ളതായ വസ്തുക്കളെ മുഴുവനും ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി ഭൂമിയിലേക്ക് ആകർഷിക്കുമ്പോൾ ഐസക് ന്യൂട്ടൻ പറഞ്ഞതായി ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ ഭേദിച്ചുകൊണ്ട് വിശുദ്ധന്മാർ ഒരു ദിവസം ഈ ശക്തിയെ ഭേദിച്ചുകൊണ്ട് അങ്ങ് ഗോളങ്ങൾ താണ്ടി
നക്ഷത്ര മണ്ഡലങ്ങൾക്ക് മീതെ സ്വർഗാദി സ്വർഗത്തിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വേണ്ടി നൊടിയിടയിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, മുഴങ്കാൽ മടക്കി എല്ലാവർക്കും ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഇന്ന് രാത്രി കാലം ദൈവശ്രീ വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, തന്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന ഈ പ്രൗഢ ഗംഭീരമായ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, അവനിലല്ലോ നാം ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂടാതെ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. അവനിലല്ലോ നാം ചരിക്കുന്നത്, ദൈവത്തെ കൂടാതെ ചരിക്കുവാൻ സഞ്ചരിക്കുവാൻ സാധിക്കില്ല. അവനിലല്ലോ നാം ഇരിക്കും, ദൈവത്തെ കൂടാതെ നിനക്ക് നിലനിൽക്കുവാൻ സാധ്യമല്ല. കാരണം എന്തെന്നറിയാമോ? നാം അവന്റെ സന്താനമാണ്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, ഞാൻ ദൈവത്തിന്റെ സന്താനം, അവൻ എന്നെ സൃഷ്ടിച്ചു, അവൻ എന്നെ നിർമ്മിച്ചു, ഞാൻ അവന്റെ മകനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവൻ നമ്മൾക്ക് പുത്രത്തിന്റെ ആത്മാവ് തമ്മിൽ പകർന്നിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ സന്തതിയായി മാറി, അത് ജലസ്നാനം സ്വീകരിച്ചപ്പോൾ നാം അവരുടെ സന്തതിയായിട്ട് മാറി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നാം അവന്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ പുത്രത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമം ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. എല്ലാവരും കണ്ണുകൾ അടച്ച് മുഴങ്കാൽ മടക്കി ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഇന്ന് രാത്രി കാലം ചില വ്യക്തി ജീവിതങ്ങളുടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചിരിക്കുകയാണ്. അത് നിന്നെ നോക്കി ദൈവം വേദനിക്കുകയാണ്. യഹോവയായ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്വന്തം കൈ കൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയ മകനെ കാണാത്തത് കൊണ്ട് ഹൃദയം പൊട്ടി വേദനിക്കുന്ന ഒരു വിധ വിളിക്കണം, ആദാമേ നീ എവിടെ? ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യൗവനക്കാരി, മാതാവ്, പിതാവേ, നിന്റെ ജീവിതത്തിൽ വന്ന വിഷയങ്ങൾ നിമിത്തം, പ്രശ്നങ്ങൾ നിമിത്തം നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ആരാധിക്കുവാൻ കഴിയാതെ, ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയാതെ നീ അന്യപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ഇന്ന് രാത്രി നിന്നെ നോക്കി വേദനിക്കുകയാണ്. നിന്നെ നോക്കി വേദനിക്കുകയാണ്. അതെ, ഏറ്റവും വലിയ ദുഃഖം പുത്ര ദുഃഖമാണ്. മക്കളെ നോക്കി വേദനിക്കുന്ന വേദനയാണ് ഏറ്റവും വലിയ ദുഃഖം. അങ്ങനെയെങ്കിൽ നീ ഒരു പുത്രനോ പുത്രിയാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഒരു തീരുമാനമെടുക്കും, ഞാൻ പുത്രനാണ്, പുത്രിയാണ്. എന്നെ നോക്കി എന്റെ ദൈവം വേദനിക്കുവാൻ പാടില്ല. യഹോവയായ ദൈവം വേദനിക്കുകയാണ്, നിന്നെ നോക്കി വേദനിക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം നീ മടങ്ങി വരണം. എങ്ങനെ മടങ്ങി വരണം? അതെ, അപ്പന്റെ വീട് വിട്ട് ദൂരദേശത്തേക്ക് പോയതായ യൗവനക്കാരൻ കൂട്ടുകാരുടെ ഇഷ്ടം പോലെ അവസാനം ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം സ്വന്തം വീടിനെ കുറിച്ച് ഓർത്തിട്ട് അവൻ പറയുകയാണ്, എന്റെ അപ്പന്റെ വീട്ടിൽ എത്രയോ മനോഹരമായ മൃഷ്ടാന ഭോജനമുള്ളപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ പന്നി തിന്നുന്ന വാളവര തിന്നുവാൻ കൊതിച്ചു, അതുപോലും കിട്ടാതെ ഞാൻ ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കും, എന്റെ അപ്പന്റെ വീട്ടിലേക്ക് ഞാൻ പോകും. അവൻ പറയണം, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോകും. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നീ എന്നെ നിന്റെ മകനായിട്ട് അംഗീകരിക്കണ്ട, കൂലിക്കാരിൽ ഒരുത്തനെ പോലെ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ തീരുമാനത്തെ പുതുക്കിക്കൊണ്ട് അതേ വിശന്ന് ദാഹിച്ചവനായി, അതേ വസ്ത്രം പോലും ഇല്ലാതെ ഒരു ഭ്രാന്തനെ പോലെ ആടി വരുന്നതായി ഈ മകനെ നോക്കി എത്രയോ വർഷമായി അപ്പൻ കാത്തിരിക്കുകയാണ്. ദൂരത്തു തന്നെ കണ്ടു, തന്റെ മകൻ വരുന്നത് കണ്ടിട്ട് ആ സ്നേഹവാനായ പിതാവ് ഓടി ഇറങ്ങിച്ചത് മകനെ കെട്ടിപ്പിടിച്ച് ചൊമ്പിച്ച് പൊട്ടിക്കറിഞ്ഞു, മകനെ നിനക്ക് വേണ്ടി എത്ര നാളാ ഞാൻ കാത്തിരിക്കുന്നു. ഇന്ന് രാത്രികാലം എല്ലാവരും ദൈവകരങ്ങൾ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തമായി സംസാരിച്ചിരിക്കുകയാണ്. അതെ, നീ എവിടെയായിരുന്നാലും നീ അവിടെ പുറത്തു വരണം. അവരുടെ നാടുകളിൽ പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പുത്രന്മാരും, നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നീ മടങ്ങി വരിക. നിന്നെ പുത്രനാക്കി മാറ്റുവാൻ, നിന്നെ മകനാക്കി മാറ്റുവാൻ സ്നേഹവാനായ പിതാവ് നിന്നെ വിളിക്കുകയാണ്. ആദാമേ നീ എവിടെ? മകനെ നീ എവിടെ? മകളെ നീ എവിടെ? ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ വാ, നിന്നെ സ്വീകരിക്കുവാൻ വേണ്ടി സ്നേഹവാനായ പിതാവ് ഇന്ന് രാത്രികാലം നിന്നോട് വ്യക്തമായി സംസാരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രത്വത്തിനായി അഭിഷേകം ചെയ്തതാൽ പുത്രത്വം പ്രാപിപ്പാൻ ഇറങ്ങി വസിക്കുന്നേ. പുത്രത്വത്തിനായി അഭിഷേകം ചെയ്തതാൽ പുത്രത്വം പ്രാപിപ്പാൻ ഇറങ്ങി വസിക്കുന്നേ. മാലിന്യമാകുന്നവർ അനിന്യരായി വെളിപ്പെടും നാളുകളാസന്നമായി ഒരു ഇടവേഗത്തിൽ തേജസ്സേറും സഭവാനിലേക്കേറുവാൻ തങ്ങളുയർത്തി ആവലായി നിൽക്കുന്നേ. തേജസ്സേറും സഭവാനിലേക്കേറുവാൻ തങ്ങളുയർത്തി ആവലായി നിൽക്കുന്നേ. പുത്രത്വത്തിനായി അഭിഷേകം ചെയ്തതാൽ പുത്രത്വം പ്രാപിപ്പാൻ ഇറങ്ങി വസിക്കുന്നേ. പുത്രത്വത്തിനായി അഭിഷേകം ചെയ്തതാൽ പുത്രത്വം പ്രാപിപ്പാൻ ഇറങ്ങി വസിക്കുന്നേ. മാലിന്യമാകുന്നവർ
തങ്ങളുയർത്തി അവലങ്ങൾക്കുന്നേ രജസിലും സമമാനിക കേറുവാൻ തങ്ങളുയർത്തി അവലങ്ങൾക്കുന്നേ രജസിലും സമമാനിക കേറുവാൻ തങ്ങളുയർത്തി അവലങ്ങ